വൃത്തിയാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പല്ല് തുറന്ന് അതിലുള്ള ജീവനാടി കാര്യങ്ങൾ മൊത്തം എടുത്തു മാറ്റിയിട്ട് അതിന് ഉള്ളിൽ പഴുപ്പ് ഉണങ്ങിയതിന് ശേഷം മരുന്ന് വെച്ച് അടച്ചിട്ട് അതിന്റെ മേലെ ക്യാപ്പ് ഇടുന്നതിന് ഒരു രീതിയാണ്, ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞതാണ്, അതിനൊരു രീതിയാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് അതിന് 2-3 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം അത് തുറന്നു വെക്കും ആ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിന്റെ വേരുകൾ എടുത്ത് മാറ്റി അതിന്റെ പലപ്പോഴും പല നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് പറയും, ഡോക്ടറെ ആ പല്ലിനെ വേരണ്ട് എടുത്ത് കളഞ്ഞേ, അതിനാണ്ട് ബുദ്ധിമുട്ട് തീർന്നല്ല എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ വേരെടുത്ത് കളയുന്നത്, അതിന്റെ സംഭവങ്ങൾ, അത് എത്രത്തോളം അത് വരണം, എത്ര പ്രാവശ്യം വരണം എന്നുള്ളത് അവരറിയുന്നില്ല. അത് നമുക്ക് ഈ വേരെന്ന് പറയുന്നത് പല പല്ലിനും, ചില പല്ലിന് 2 വേരുണ്ട്, ചിലർക്ക് 3 വേരുണ്ട്, ചില പല്ലിന് 3 വേരുണ്ട്, ചിലതിന് 1 ഉള്ളൂ. അപ്പോൾ ആ വേരിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ സമയം എടുക്കുകയും ചെയ്യും. കാര്യങ്ങൾ അത് വൃത്തിയാക്കി അതിനകത്ത് മരുന്ന് വെച്ച് അടച്ചിട്ട് അതിന്റെ മേലെ ക്യാപ്പ് ഇടലാണ് നമ്മൾ ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന രീതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെ, ആ ഫ്രണ്ടില് ഒറ്റ പല്ലിലാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഭാഗത്താണ് നമുക്ക് ആ കക്ക അധികം ഉണ്ടാവുന്നത്. അതിനൊരു കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആ ഫ്രണ്ടിലെ പല്ലിന്റെ ബാക്കിലാണ് നമ്മൾക്ക് അധികം ഈ കക്ക ഉണ്ടാവുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല്ല് തേക്കുമ്പോൾ ബാക്കിലെ ഭാഗത്ത്, താഴത്തെ പല്ലിന്റെ ബാക്കിലെ ഭാഗത്ത് നമ്മൾ തേക്കൽ വളരെ കുറവായിരിക്കും. പലരും അത് ശ്രദ്ധിക്കാറില്ല. മാത്രം തന്നെ അല്ല, നമ്മൾ ഉമിനീര് അതിന് വരുന്ന ഒരു ഓപ്പണിംഗ് വരുന്നത് നമ്മൾ നാവിന്റെ അടിയിൽ ഈ നേരെ പല്ലിന്റെ ബാക്കിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു കാരണം കൂടിയാണ്. അവിടെ ഭക്ഷണം തങ്ങി നിൽക്കാനും വേറെ ഒരു കാരണം കൂടിയായിട്ടാണ് അതുകൊണ്ട് അവിടെ മാത്രം വരുന്നത്. ഇതിന് ഫ്രണ്ടിലെ പല്ല് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോണ വിദഗ്ധൻ അഥവാ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്മളെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവർ അഭിപ്രായം എടുത്ത് ഇൻഷാ അല്ലാഹ് അത് ശരിയാവുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടറോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്റെ തന്നെയാണ്. 2 അണപ്പല്ലിന്റെയും മുകൾ ഭാഗം, ഏറ്റവും ആ കുറ്റി ഭാഗത്ത് 2 സൈഡിലും ഓരോ പൊട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര പുളിപ്പാണ്. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് തട്ടിക്കഴിഞ്ഞാലും ഭയങ്കര പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. 2 കോട്ടുപല്ലും ഒരേപോലെ പൊട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഫ്രണ്ടിലെ പല്ല് പൊട്ടിയതിനു ശേഷം ഞാനത് വെക്കാൻ വേണ്ടിയിട്ട് റൂട്ട് കനാൽ ഇതൊക്കെ ചെയ്ത് പല്ല് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ചതാണ് ഇപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. 2 അണപ്പല്ലും മുകൾ ഭാഗം, ആ കുറ്റി ഏരിയയുടെ ഭാഗം പൊട്ടിയിട്ടുണ്ട്. അത് ആ പൊട്ടിയ ഭാഗത്തൊരു മഞ്ഞ കളറും അതുപോലെ അത് ഭയങ്കര പുളിപ്പും അനുഭവപ്പെടുന്നുണ്ട്. അതെന്താണ്, അതിന് എന്താ പരിഹാരം എന്ന് ഡോക്ടറിന് നിർദ്ദേശിച്ചെന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഷ് തേക്കുന്ന ഞാൻ ഉദ്ദേശിച്ച മോണേന്റെയും പല്ലിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. മുഹമ്മദ്കുട്ടി സാഹിബ് ഉദ്ദേശിച്ചത് അവിടെ ഒരു വിടവ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അവിടെയല്ലേ പൊട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത്? അതായത് പല്ലിന്റെയും മോണേന്റെയും ഇടയിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിച്ച പുളിപ്പാണ് എന്നുണ്ടെങ്കിൽ പല്ലിന്റെ മോൾഭാഗത്തായിട്ട് മോണേന്റെ തൊട്ട് അടിയിലായിട്ടായിരിക്കും ഇതിന്റെ ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് എന്നാണെന്നുള്ളതാണ്.
ഏതായാലും ശരി, നമ്മൾ അതിന്റെ ഒരു മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് സോഫ്റ്റ് ബ്രഷ് ആയിരിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന ബ്രഷിന്റെ രീതി അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന രീതി നമ്മൾ അത് മാറ്റുക. നേരെ മറിച്ച് വീതിയിൽ തേക്കുന്നതിന് നല്ലത് നമുക്ക് മേലെയും താഴെ തേക്കുന്ന രീതിയിൽ ശ്രമിക്കുക. പിന്നെ തേക്കുമ്പോൾ തന്നെ അധികം ബലം കൊടുക്കാണ്ട് ഉള്ള രീതിയിൽ നമ്മൾ തേക്കുക, സാവധാനത്തിൽ തേക്കുക. എന്നാൽ തന്നെ ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാവുന്നതാണ്. അതൊരു കേടല്ല, നേരെ മറിച്ച് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇനി ഇതിന് നമുക്കൊരു പൊളിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഈ സെൻസോഡൈൻ അല്ലെങ്കിൽ പാരഡെന്റെക്സ് എന്ന പോലത്തെ ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് അത് തേച്ചിട്ട് നിങ്ങൾക്ക് സമാധാനം ഇൻഷാല്ലാ കിട്ടേണ്ടതാണ്. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് അടക്കാൻ എത്രയും പെട്ടെന്ന് നോക്കണം. കാരണം അത് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും അവിടെ ഭക്ഷണം നിങ്ങൾ വൃത്തിയാക്കാൻ പറ്റൂല. ഭക്ഷണം അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേദനയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് റൂട്ട് കനാൽ ചെയ്യാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല. ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മമ്മൂട്ടിക്ക് മൈക്കൊക്കെ അല്ലേ, മമ്മൂട്ടിക്ക് എടുക്കട്ടെ ചോദിച്ചിട്ടാണ് നിന്ന്. ഞാൻ പറഞ്ഞത് പല്ലിൽ തന്നെയാണ് പൊട്ട് സംഭവിച്ചിട്ടുള്ളത്. പല്ലിന്റെ ഏറ്റവും അടിഭാഗത്ത് ആ കുറ്റിയിലാണ്, ആ ഏരിയോട് അടുപ്പിച്ചുള്ള ഭാഗത്താണ് പൊട്ട് സംഭവിച്ചിട്ടുള്ളത്. രണ്ട് സൈഡിൽ അണപ്പല്ലിനും പൊട്ടുണ്ട്. അത് 2 സൈഡും ഒരുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ബ്രഷ് കട്ടുണ്ട്, കട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് കട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ ഈ ഏരിന്റെ പല്ലെന്നെയാണ് പൊട്ടിയിട്ടുള്ളത്. അതായത് ഏരിയയിലല്ല, പല്ലിന്റെ അടിഭാഗത്ത്. അപ്പൊ അത് ബ്രഷ് ചെയ്യുന്ന സമയങ്ങളിൽ, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അവിടെ എന്തെങ്കിലും തട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അത് അത് ആ പൊട്ട് അടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അല്ലേ? അതോ വേറെന്തെങ്കിലും ഒരു മഞ്ഞ കളറും വരുന്നുണ്ട്. അത് എത്ര ബ്രഷ് ചെയ്താലും ആ കളർ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ കളർ അനുഭവപ്പെടുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയുന്നില്ല. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേലത്തെ 2 ബാക്കിലെ അണപ്പല്ലിനാണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോ അതിന്റെ അതായത് മോണേന്റെയും അതായത് പല്ലിന്റെ നമ്മൾ പല്ല് കടി തട്ടുന്ന ഭാഗമല്ല, അതിന്റെ മേൽഭാഗത്തല്ലേ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്? ആ പല്ലിന്റെ മേൽഭാഗത്താണ് നിങ്ങൾക്ക് ഈ വിടവ് പോലെ അല്ലെങ്കിൽ അഥവാ ഈ കട്ടുണ്ടെന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ഉള്ളിൽ ഈ മഞ്ഞ കളർ എന്തുകൊണ്ടാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനാമൽ തേഞ്ഞു പോയിട്ട് അവിടുത്തെ ഇനാമൽ തേഞ്ഞു പോയിട്ട് ഉള്ളിലത്തെ ഈ ഡെന്റീൻ അത് മഞ്ഞ കളറാണ്. നമ്മൾ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കരുത് എന്തെങ്കിലും കേടായിട്ട്. അത് മഞ്ഞ കളറാണ്. അത് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പുളിപ്പും അതേപോലെ ഈ നിറം മാറ്റം കാര്യങ്ങളും കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആവുന്നതും ഒരു പേസ്റ്റ് മേടിച്ച് ഇൻഷാല്ലാ ഒരു 2 ആഴ്ച 3 ആഴ്ച ട്രൈ ചെയ്ത് നോക്കുക. ഈ സെൻസോഡൈൻ പോലത്തെ ഈ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റുകളുണ്ട്, അത് മേടിച്ചിട്ട് ഇൻഷാല്ലാ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, നിങ്ങൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് സോഫ്റ്റ് ബ്രഷ്, അതേപോലെ അധികം പ്രഷർ കൊടുക്കാണ്ട് അതിന് കുറച്ച് സാവധാനത്തിൽ കുറച്ച് ക്ഷമയോട് കൂടി നമ്മളെല്ലാവരും തേക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ തേക്കുമ്പോൾ തന്നെ നമ്മളത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും തേച്ച് തീർക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ സാവധാനത്തിൽ നമ്മളെല്ലാ പല്ലിന്റെ ഇടയിൽ അതിന്റെ ബ്രഷിന്റെ നാര് കയറുന്നുണ്ട് എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈത്തപ്പഴം തിന്നുമ്പോൾ പല്ല് പുളിക്കുന്ന ഈത്തപ്പഴം എന്ന് പറയുന്നത് മധുരമാണ്. മധുരമുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോണ ഇതിന്റെ ഇത് ഇറങ്ങുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ മധുരം ഇതിന് തട്ടുമ്പോൾ പുളിപ്പുണ്ടാവും. അത് തന്നെയാണ് ആ പുളിപ്പിനുള്ള കാരണം. നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മോണ ഇറങ്ങിയിട്ടുണ്ട്, അതായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്. അത് മാറാൻ ഇൻഷാല്ലാ അതിനോട് മാറുന്നതായിരിക്കും ഇൻഷാല്ലാ.
ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വീണ്ടും DC ആയി. ഏതായിരുന്നാലും ഡോക്ടർ സാഹിബ് ഇൻഷാ അല്ലാഹ് ഡോക്ടർ ഇപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ചട്ടിപ്പറമ്പിലല്ലേ. ഇൻഷാ അല്ലാഹ് ഞാന് പിന്നെ ഡോക്ടർ അടുത്തേക്ക് മകനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേക്കുന്നുണ്ട്, അടുത്ത് വിളിച്ച് പറയാം. അപ്പൊ ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡോക്ടറിനെ ഒന്ന് നോക്കിക്കോട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു ചോദ്യം ഡോക്ടറെ, ഈ ഡോക്ടർ ലൈവിന് ശേഷം ഇനി മറ്റൊരു ഡോക്ടർ ലൈവ് കൂടെ ഉണ്ട്. ഫീസൊക്കെ അവിടെ കൊടുത്തോളൂ. പിന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് ഇൻഷാ അല്ലാഹ് അടുത്ത ഡോക്ടർ ലൈവ് ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബിന്റെ ലൈവാണ്. പിന്നെ യുവാക്കളിലെ പെട്ടെന്നുള്ള മരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ക്ലാസ്. അപ്പൊ ഡോക്ടറെ, എനിക്ക് അഷ്റഫ് ഡോക്ടറോട് എനിക്കൊരു ചോദ്യം. പിന്നെ എന്റെ പല്ല് പിന്നെ വലിയ പല്ലുണ്ടല്ലോ, അണ്ണാക്ക്, പിന്നെ അണപ്പല്ല്, ഈ ഫസ്റ്റിലെ അണപ്പല്ല് രണ്ട് സൈഡിലും താഴെ ഭാഗത്ത് പോയത് കൊണ്ട് എനിക്ക് എന്റെ പിന്നെ നമ്മുടെ നാവ് ആ ഭാഗത്ത് പല്ലില്ലാത്തത് കൊണ്ട് രണ്ട് ഭാഗത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാവ് പിന്നെ ഇങ്ങനെ തട്ടി തട്ടി പല്ലിന്റെ ഒരു ഭാഗത്ത് ഭയങ്കര പിന്നെ നാവിന് ഭയങ്കര എന്താ പറയാ മുറിയ. ചില സമയത്തൊക്കെ പ്രായമൊന്നും പറയില്ല, പിന്നെ ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പോ പിന്നെ നാവിന് ഒരു ഭാഗത്ത് പിന്നെ മുറിയാകുന്നുണ്ട് ചില സമയത്തൊക്കെ. ചില ദിവസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് മാറും. ചില സമയത്ത് എനിക്ക് ഭയങ്കര വേദന. അപ്പൊ ഞാനിങ്ങനെ നാവ് കൊണ്ട് തട്ടിച്ച് നോക്കുമ്പോ ആ ഭാഗത്ത് ഭയങ്കര പിന്നെ നാവിന്റെ സൈഡ് നല്ല മൂർച്ച, പല്ലിന്റെ സൈഡ് ഒരു ഭാഗം നല്ല മൂർച്ചുള്ളത് കൊണ്ടാണ് ഒരു ഭാഗത്തുണ്ടാവും, ഒരു ഭാഗത്തെ പ്രശ്നമുള്ളൂ. അപ്പൊ അത് ഇനി എന്ത് ചെയ്യാൻ പറ്റും അവിടെ? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ അതല്ല ചെയ്യല്ല, എനിക്ക് ആ ഭാഗത്ത് പിന്നെ ഒരു പല്ല് വെക്കാൻ പറ്റുമോ? ഒരു പല്ല് മാത്രം എടുക്കുന്ന രൂപത്തിൽ പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പല്ലും പിന്നെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ മറ്റേ പല്ലും കൂടെ കേടുവരികയാണ്. അത് ഗ്രൈൻഡ് ചെയ്യാതെ ഒരു പല്ല് വെക്കുന്ന വല്ല വിദ്യ ഉണ്ടെങ്കിൽ ഡോക്ടർ സാഹിബ് ഒന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പല്ലിന്റെ ബാക്കിയുണ്ട്, കുറ്റിപ്പല്ല് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയത്. അവിടെ കുറ്റിപ്പല്ലിന്റെ ആ ഒരു അതിന്റെ സംഭവം നിങ്ങൾ തട്ടിയിട്ട് അവിടെ കുറ്റിപ്പല്ലില്ല. അപ്പൊ എന്താണ് അവിടെ മൂർച്ചയായിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചിലപ്പോൾ അവിടെ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ആ പല്ലിന്റെ ഇടയിലുള്ള എല്ല്, ആ കൂർത്ത എല്ല് നിന്നാലും അവിടെ അതുകൊണ്ട് തന്നെ മുറിവ് ഉണ്ടാവാനും പല്ലിന് മുറിവ് ഉണ്ടാവാനും നാവിന് മുറിവ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്താണ് അവിടെ കൂർത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാമോ കുട്ടി സാഹിബ് എന്ന് പറയുന്നത്. ഡോക്ടർ സാഹിബ് അതല്ല, പല്ലിന്റെ ബാക്കിയൊന്നുമില്ല. ഈ മറ്റുള്ള പല്ലുണ്ടല്ലോ തൊട്ടടുത്ത്, ആ പല്ല് എടുത്തത് കൊണ്ടുള്ള ആ ഗ്യാപ്പിൽ മറ്റേ പല്ലിന് തട്ടാണ്. അടുത്തുള്ള പല്ലിന്, അണപ്പല്ലിന് തന്നെ അണപ്പല്ല് തുടങ്ങുന്ന ഭാഗത്തുള്ള ഫസ്റ്റ് അണപ്പല്ലാണ് എന്റേത് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് പല്ലിന് ഭയങ്കര അടുത്തുള്ള പല്ല്, ഒരു പല്ല് പോയത് കൊണ്ട് ആ ഗ്യാപ്പിലുള്ള പല്ലിന്റെ സൈഡാണ് തട്ടുന്നത്, വേറൊന്നല്ല. ബാക്കിത്തെ പല്ലിന്റെ സൈഡ്, ആ ഭാഗത്താണ് മൂർച്ച പിന്നെ ഉള്ള ഭാഗം, അവിടെ തട്ടിയിട്ടാണ്. വേറെ പല്ല് മറ്റേ മുമ്പത്തെ പല്ലിനല്ല. ബീഫ് തിന്നുമ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു പല്ല് വെക്കാൻ പറ്റുമോന്നൊന്ന് അറിയിച്ചാൽ തിരക്കില്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീർ സാഹിബ് ബീഫ് തിന്നുമ്പോൾ ശ്രദ്ധിക്കണം, ബോംബെ വഴിയൊന്നും വരരുത് നാട്ടിലേക്ക്, പിന്നെ പ്രശ്നമാവും. പിന്നെ മോഹൻകുട്ടി സാഹിബ് ചോദിച്ച പോലെ പല്ല് വെക്കുന്നത്, പല്ല് വെക്കുന്ന അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 രീതികളുണ്ട് പല്ല് വെക്കുന്നത്. അതായത് ആദ്യം തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പല്ല് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും.
പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അടുത്തുള്ള പല്ലിനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ മേലെ ബ്രിഡ്ജ് പോലെ ഒരു പാലം പോലെ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാം. അതാണ് രണ്ടാമത്തെ രീതി. ഈ മൂന്നാമത്തെ രീതി അത് ഫിക്സ്ഡ് ആണ്, നമുക്കത് എടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മറ്റേത് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ അത് എടുത്തിട്ട് നമുക്ക് അത് വെള്ളത്തിലിട്ട് വെക്കണം. അതേപോലെ തന്നെ നമുക്ക് രാവിലെ ആകുമ്പോൾ എടുത്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ രീതി ഞാൻ പറഞ്ഞ പോലെ ആധുനിക ഇപ്പോൾ അതിൽ വികസനം പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു രീതി. ആ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് എല്ല് തുറന്നിട്ട് ഒരു സ്ക്രൂ പോലെ സാധനം വെച്ചിട്ട് അതിന്റെ മേലെ പല്ലിന്റെ ഒരു സ്ട്രക്ചറിലുള്ള സാധനം വെക്കുക എന്നതാണ് അതിന്റെ രീതി. ആ 3 രീതിയാണ് നമുക്ക് കൂടുതലായിട്ട് അതിനനുസരിച്ച് അതിന്റെ റേറ്റും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളല്ല അതിൻ്റെതായ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ നാവ് മുറിയുന്നത്? ചിലപ്പോൾ ഒരു പല്ലിന്റെ സൈഡ് തട്ടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പല്ല് മാത്രം നിങ്ങൾക്ക് ആ രീതി അവിടെ മാത്രം നിങ്ങൾ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇനാമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ അവിടെ മാത്രം നമ്മൾ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം നമുക്കത് ഷേപ്പ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ആക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ മമ്മൂട്ടി സാഹിബ് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യാമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുപോലെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇൻഷാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. മറ്റാരെങ്കിലും മൈക്കിൽ വരണം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത ഡോക്ടറുടെ ലൈവാണ്. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ ഡോക്ടർ സാഹിബ്. മറ്റാരെങ്കിലും ഒന്ന് മൈക്കിൽ വരും. അമീർ സാഹിബ് ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഡോക്ടർ അസ്സാഫ് അബൂബക്കർ നമുക്ക് വളരെ നല്ലൊരു ക്ലാസ് ബന്ധപരിചരണത്തിൽ നമുക്ക് എടുത്തു തന്നു. ഡോക്ടർക്ക് വളരെയധികം നന്ദിയുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അഡ്മിൻസിന്റെ പേരിലും. ബഹുമാനപ്പെട്ട അമീർ ഇബ്നുൽ സൗദ് അവരില്ലേ, എന്തായിരുന്നാലും ഇന്ന് വളരെ ആകസ്മികമായിട്ടാണ് ഈ ക്ലാസ് ഉള്ളത്. ഞാൻ ഈ ഐഡിയിൽ അധികം വരാറില്ല. ഡോക്ടർ റഹ്മാൻ ബി എന്നുള്ള ഐഡിയിലാണ് ഉണ്ടാവാറ്. ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാനാണ്. ഒരു MBBS ഡോക്ടറാണ്. പലർക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒരു ടോക്കും ചെറിയ ചർച്ചയും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും സമയം വളരെ വൈകിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു പ്രസക്തമായ ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച വിഷയം യുവാക്കളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മരണം. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. യുവാക്കളിൽ, അത് യുവാവാകട്ടെ യുവതിയാകട്ടെ, വളരെ യുവപ്രായത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മരണം, ആ കാര്യത്തിൽ നമുക്ക് എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ആ വിഷയത്തിൽ വളരെ സമയത്തിന് അവബോധം വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുമായിട്ട് അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങളോ കുറച്ച് സമയത്തേക്ക് അനുവദിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. ഒരിക്കൽ കൂടി ഡോക്ടർ അസ്സാഫ് അബൂബക്കറിന് നന്ദി പറയുകയാണ്. വീണ്ടും താങ്കളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ ആരോഗ്യ പഠന വേദികളിൽ സ്ഥിരമായി കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. യുവാക്കളിലുള്ള പെട്ടെന്നുള്ള മരണം. നമ്മൾ പലപ്പോഴും പല വാർത്തകളും കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഞെട്ടിപ്പോയിട്ടുണ്ട്. പല പ്രമുഖരുടെ മക്കള്, പല പ്രമുഖര്, നമുക്ക് നാട്ടിൽ പരിചയമുള്ള ആളുകൾ പലരും 30-40 വയസ്സിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോവുക. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. ചിലരൊക്കെ അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ
നമുക്കൊന്നും വരാത്ത വിഷയമാണ് എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. എന്തായിരുന്നാലും അതോടനുബന്ധിച്ചില്ല മെഡിക്കലി റെലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നിർത്താം. പെട്ടെന്നുള്ള മരണങ്ങളിൽ പ്രധാനമായും പറഞ്ഞു വെക്കാറ് ഹൃദയസ്തംഭനം എന്നാണ്. ഹൃദയസ്തംഭനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിന്ന് പോകും. നമ്മുടെ ഓരോ മിനിറ്റിലും 72 തവണ നമ്മുടെ ഹൃദയം ഇടിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ അത് പെട്ടെന്ന് നിന്ന് പോവുക, അത് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്ന പ്രായം കൂടിയ ആളുകളിലൊക്കെ ഹൃദയത്തിലേക്കുള്ള രക്തക്കോയിലുകൾ അടഞ്ഞിട്ട് അത് കാരണം ഉണ്ടാകുന്ന അറ്റാക്കാണ്. എല്ലാവരുടെയും കാരണം അത് മാത്രമാണ് ഹൃദയം സ്തംഭനത്തിനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. പ്രായം കൂടിയ ആളുകളിലൊക്കെ നമുക്ക് രക്തക്കോയിലുകൾ അടഞ്ഞിട്ട് ബ്ലോക്ക് ഉണ്ടായിട്ട് അത് കാരണം അറ്റാക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹൃദയസ്തംഭനത്തിന്റെ കാരണം. എന്നാൽ അതല്ലാതെയും ഹൃദയസ്തംഭനം ഉണ്ടാകാം. അത്തരം കാര്യങ്ങളാണ് കൂടുതലും ഈ പ്രായം കുറഞ്ഞ ആളുകളിൽ ഉണ്ടാകുന്നത്. ഹൃദയത്തിന്റെ താളം തെറ്റൽ, ഹൃദയത്തിന്റെ കൃത്യമായ മിടിപ്പ് 72 ഒരു മിനിറ്റിൽ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് കൃത്യമായ ഒരു ഇടവേളകളിൽ കൃത്യമായ ശക്തിയിൽ ഹൃദയം ഇടിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതിന്റെ താളം തെറ്റലുകൾ ഒന്നുകിൽ കൂടുതലായിട്ട് ഇടിക്കാം, അല്ലെങ്കിൽ ഇടിപ്പിന്റെ അളവ് കുറയാം, അതല്ലെങ്കിൽ ഇടിപ്പിന്റെ റെഗുലാരിറ്റി അതിന്റെ ക്രമാനുഗത നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ രൂപഘടനയിൽ ഉണ്ടാകുന്ന പല കാരണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പേശികളിൽ ഉണ്ടാകുന്ന അമിതമായ വളർച്ച, ഇതൊക്കെ പലപ്പോഴും ഈ അസ്വാഭാവികമായ യുവാക്കളുടെ മരണത്തിന് കാരണമാവാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയുള്ള അവിടേക്കുള്ള രക്തക്കോലുകളിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അത് കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതാണ്. അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആരോഗ്യകരത്തോടെ ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ട് ജീവിക്കുക, ഒരു ഹെൽത്തിയായ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലർ എക്സസൈസ് നടത്തുക, ചെക്കപ്പുകൾ നടത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത്. ദയവേത് ഇപ്പോൾ ആരും ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെറുപ്പകാലം മുതലേ ഒരു ട്രാക്കിംഗ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു രീതിയുണ്ട് മെഡിസിനിൽ. അതായത് ചെറുപ്രായത്തിൽ തന്നെ ഒരു ഹൈപ്പർ ടെൻഷൻ, അതായത് BP ഉള്ള ആളുകൾക്ക് തുടർന്നും അത് കൂടുതൽ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ നമുക്ക് BP അടക്കം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വലുതാകുമ്പോഴും അതിനേക്കാൾ കൂടുതൽ BP ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BP കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന 50% BP ഉണ്ടെങ്കിൽ അതിന്റെ 50% മാത്രമേ ഡോക്ടർ എടുത്ത് വരുന്നുള്ളൂ, അതിൽ തന്നെ 50% മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ, അതിൽ തന്നെ 50% മാത്രമേ അഡിക്വേറ്റ് ആയുള്ള ചികിത്സ കിട്ടുന്നുള്ളൂ. ഒരിക്കൽ കൂടി പറയാം, ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന രോഗികളുടെ പ്രഷറിന്റെ രോഗികളുടെ പകുതി ആളുകൾ മാത്രമേ ചികിത്സ തേടുന്നുള്ളൂ. ചികിത്സ തേടുന്നവരിൽ പകുതി ആളുകൾക്ക് മാത്രമേ തുടരുന്നുള്ളൂ, അത് കൃത്യമായി കഴിക്കുന്നുള്ളൂ. കഴിക്കുന്ന ആളുകൾ തന്നെ പകുതി ആളുകൾക്ക് മാത്രമേ അഡിക്വേറ്റ് ആയിട്ട് ആവശ്യത്തിനുള്ള കൺട്രോൾ വരുന്നുള്ളൂ. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രഷർ ഒന്ന്, പിന്നെ ഷുഗർ നമുക്ക് ചെറുപ്പം മുതലേ ഉണ്ടാവാം, അത് ശ്രദ്ധിക്കാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളിലെ പെട്ടെന്നുള്ള ഹൃദയാഘാതം. കുടുംബത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്, ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമുക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും പറഞ്ഞു തന്നത് ആരോഗ്യകരമായി ജീവിക്കുക, പ്രഷറും ഷുഗർ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ ഹൃദയാരോഗ്യമുണ്ട്, അനാരോഗ്യമുണ്ടെങ്കിൽ അത് നമുക്കും കിട്ടാം, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ചില ജനിതകപരമായ അസുഖങ്ങളുണ്ട്, അത് കാരണം നമുക്ക് കൊളസ്ട്രോൾ കൂടി നിൽക്കാം. അതിന് പ്രായമാവണമെന്നില്ല, ചിലപ്പോൾ 10 വയസ്സിലും 15 വയസ്സിലൊക്കെ വളരെ വലിയ കൊളസ്ട്രോൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു 30 വയസ്സിലോ 40 വയസ്സിലോ പോലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടി പറയാം, പ്രായം കൂടുതൽ കാരണമാണ്, അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകളിലാണ് സാധാരണഗതിയിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കാറ്, ഈ കൊഴുപ്പിന്റെ അളവ് കൂടി നിന്ന് അത് കാരണം ഹൃദയാഘാതം ഉണ്ടാകാറ്. പക്ഷേ ചില അപൂർവമായ ജനിതക കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഫെമിലിയൽ കൊളസ്ട്രോളീമിയ എന്നൊക്കെ പറയുന്ന പല കൊളസ്ട്രോള് കൂടി നിൽക്കുന്ന ജനിതകപരമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അത്തരം ആളുകളിൽ വളരെ പെട്ടെന്ന് കൃത്യമായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ
ഒരു 30 വയസ്സോ 40 വയസ്സുള്ള സമയത്ത് തന്നെ ഒരു പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോൾ ഒന്ന് നോക്കാവുന്നതാണ്. ഒരു മധ്യവയസ്സോ അല്ലെങ്കിൽ 20-30 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വല്ലാതെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യത നമ്മൾ കണ്ടെത്തി അതിന് ചികിത്സ നടത്തുക. അതനുസരിച്ച് നമ്മുടെ ജീവിതശൈലി ക്രമങ്ങൾ മാറ്റുക. അതിപ്പം ഹൈപ്പർ കൊളസ്ട്രോളിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇതെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഒരു യങ് പ്രായത്തിൽ, ഒരു യുവ പ്രായത്തിൽ ഒരു ആകസ്മിക മരണം, അത് ഹാർട്ട് അറ്റാക്ക് തന്നെ ആയിക്കൊള്ളുന്നില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹൃദയം മാത്രമല്ല മറ്റു പല കാരണങ്ങളുകൊണ്ടും ജനിതകപരമായിട്ടുള്ള പല കാരണങ്ങളും ആകസ്മിക സഡൻ ഡെത്തിന് കാരണമാവാം. അപ്പൊ അതൊരു ശ്രദ്ധിക്കണം. നമ്മൾ കുടുംബത്തിൽ നമ്മുടെ അടുത്ത ആളുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതനുബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് നടത്തേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഹൃദയസ്തംഭനത്തിന് ഹൃദയാഘാതം അതല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം മാത്രമല്ല മറ്റു പല കാരണങ്ങളും, ഹൃദയത്തിന്റെ താളമിടിപ്പ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പേശികളിൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ വളർച്ച, പല ഡെപ്പോസിറ്റ്സുകൾ, അമൈലോയിഡ്, അങ്ങനെയുള്ള ധാരാളം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകുന്ന ഡെപ്പോസിറ്റ്സുകൾ, അങ്ങനെയുള്ള പല കാരണങ്ങളും ഇതുണ്ടാവാം. എന്റെ സ്ക്രീനൊന്ന് ബ്ലാങ്ക് ആയി പോയിരുന്നു. അത് കുറെ സമയത്തേക്ക് സ്ക്രീൻ അടക്കമില്ലാത്തതുകൊണ്ട് സംഭവിച്ചാണ്. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ? എന്നെ ക്ഷമിക്കണം. അപ്പോൾ ഹൈപ്പർ കൊളസ്ട്രോളിയ എന്ന് പറയുന്ന ജനിതകപരമായിട്ടുണ്ടാകുന്ന കൂടി നിൽക്കുന്ന കൊളസ്ട്രോളിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. അത് അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവാം. പിന്നെ ജനിതകപരമായിട്ട് തന്നെ ഉണ്ടാകാവുന്ന ചില ഹൃദയത്തിന്റെ താളം തെറ്റലുകളുണ്ട്. ഹൃദയത്തിന്റെ താളം തെറ്റലുകൾ എന്ന് പറഞ്ഞാൽ ECG ഒക്കെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നോർമലായിരിക്കും, ചില സമയത്ത് അതിന്റെ താളം തെറ്റൽ കാരണം പ്രശ്നമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൽ പെട്ടെന്നുള്ള മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 40 വയസ്സിന് മുമ്പുണ്ടാകുന്ന പെട്ടെന്നുള്ള മരണമുള്ള ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അവരുടെ ഫാമിലി ചെക്കപ്പ് നടത്തിയിരിക്കണം. അത് കൊളസ്ട്രോള്, ഒരു ECG, അതുപോലെ തന്നെ എക്കോ, ഇതൊക്കെ കാർഡിയോളജിസ്റ്റ് പരിശോധിച്ചിട്ട് മറ്റു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പരിശോധന നടത്തും. മരണപ്പെട്ട വ്യക്തിയുടെ ഡയഗ്നോസിസ് എന്തായിരുന്നു, ആ വ്യക്തിയുടെ മരണം എന്ത് തരത്തിലുള്ള ഹൃദയസ്തംഭനമായിരുന്നു എന്നതനുസരിച്ച് ആ കുടുംബത്തിലും നടത്തേണ്ടി വരുന്ന പരിശോധനകൾ വ്യത്യസ്തമായി വരാം. അപ്പോൾ ഹൃദയത്തിന്റെ താളമെടുപ്പ്, അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ ചിലപ്പോൾ പലപ്പോഴും തലകറക്കമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു തലകറക്കം, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തലകറക്കം. ഒരാൾ കുറെ സമയത്തേക്ക് വെയിലത്ത് നിന്നു, അപ്പോൾ ഒന്ന് തലറിഞ്ഞു വീണു, ഒരു 10 മിനിറ്റിന് എണീച്ചു, അത് അൺഎക്സ്പ്ലെയിൻഡ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേക കാരണമില്ലാതല്ല, കുറെ നേരം നിന്നു, അതുകൊണ്ട് BP പറഞ്ഞൊക്കെ വീണതായിരിക്കാം. അങ്ങനെയല്ലാണ് എക്സ്പ്ലെയിൻഡ് അല്ലാത്ത, നമുക്ക് വിശദീകരിക്കാനാവാത്ത തരത്തിലുള്ള തലകറക്കം ഉണ്ടെങ്കിൽ അവർ കൃത്യമായ പരിശോധനകൾ ഹൃദയരോഗ വിദഗ്ധനെയോ മറ്റോ കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ECG എങ്കിലും കാണുന്ന ഡോക്ടർ നിർദ്ദേശിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞ് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. ECGയിൽ അപ്പോൾ മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും ചില അതിന്റെ QT ഇന്റർവൽ എന്ന് പറയും, അതായത് ECGയുടെ ചില ബാങ്കിൽ നിന്ന് ചില ഭാഗത്തേക്കുള്ള ദൂരം, Q എന്ന വേവിൽ നിന്ന് T എന്ന വേവിലേക്കുള്ള ദൂരം ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ, 460 മില്ലി സെക്കൻഡ്സിൽ കൂടുതലാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹൃദയമിടിപ്പിലുണ്ടാകുന്ന വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോങ് QT സിൻഡ്രോം ഉള്ള ആളുകളാണ് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചില പ്രത്യേക മരുന്നുകൾ ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ ജീവിതകാലത്തിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, അങ്ങനെ പല ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക പല അത്രയും കോമൺ അല്ലാത്തതെങ്കിൽ പോലും, അത്രയും പരിചിതമല്ലാത്തതെങ്കിൽ പോലും പല കാരണങ്ങളും യുവാക്കളിലും യുവ ജനതയിലും ഹൃദയസ്തംഭനം ഉണ്ടാക്കും. അത് സംശയിക്കപ്പെടുന്ന രോഗികളിൽ നമ്മൾ കൃത്യമായി അതിന്റെ പരിശോധനകൾ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് മരുന്നുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ജനിതകപരമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവര് നന്നായി എന്തെങ്കിലും ഒരു കട്ടിയിൽ ജോലി എടുത്തു കഴിഞ്ഞാൽ
അവർക്ക് പെട്ടെന്ന് തലയിറങ്ങി വീഴാം. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫുട്ബോളൊക്കെ കളിക്കുന്ന വ്യക്തിയാണ്, പെട്ടെന്ന് തലയിറങ്ങി വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമാകാം. അങ്ങനെയുള്ള ആളുകളിൽ ഫാമിലി ഹിസ്റ്ററി, അതായത് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അസുഖം നമ്മൾ മുൻകൂട്ടി കണ്ട് എക്കോയിലും ECG യിലൊക്കെ കണ്ടെത്താൻ സാധിക്കും. അത് മുൻകൂട്ടി കണ്ട് ചിലപ്പോൾ അതിനകത്ത് ഹാർട്ടിനകത്ത് ഡീഫിബ്രിലേറ്റർ വെക്കുക, അതല്ലെങ്കിൽ നമുക്ക് ചില മരുന്നുകൾ കഴിക്കുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും മുൻകൂട്ടി കാണുകയാണെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ മരണത്തിന് ശേഷമാണ് പലപ്പോഴും ഡയഗ്നോസ് ആവുക. കാരണം മറ്റു ലക്ഷണങ്ങളൊന്നും അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് മുൻകൂട്ടി പിടിക്കാവുന്ന ഒറ്റ ലക്ഷണം, കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാഭാവിക മരണം യുവ പ്രായത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ എക്കോയും ECG ഒക്കെ എടുക്കാം എന്നുള്ളതാണ്. അതിന്റെ കൂടെ കൊളസ്ട്രോളിന്റെ പരിശോധന നടത്തേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ വാൽവിന്റെ പ്രശ്നങ്ങളൊക്കെ, വാൽവിന്റെ പ്രശ്നങ്ങളൊക്കെ അത്ര പെട്ടെന്നുള്ളൊരു മരണമില്ലെങ്കിൽ പോലും ഒരു വളരെ കാലമെടുത്തുള്ള മരണം ഹൃദയ സംബന്ധമായിട്ടുണ്ടാക്കാം. ചെറുപ്പം മുതലേ ശ്വാസം മുട്ടോ കിടപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പെട്ടെന്നുള്ള മരണം എന്നതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒറ്റ തവണ കൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. കുടുംബത്തിലോ ഏറ്റവും അടുത്ത കുടുംബത്തിലോ ദൂരെയുള്ള കുടുംബത്തിലോ എന്തെങ്കിലും സ്വാഭാവികമായ മരണം ചെറുപ്രായത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തീർച്ചയായും അതോടനുബന്ധിച്ച് അതിന്റെ ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണകാരണം എന്തായിരുന്നു എന്നനുസരിച്ച് അതോടനുബന്ധിച്ചുള്ള പരിശോധനകളും തുടർ ചികിത്സകളും പലപ്പോഴും ആകസ്മിക മരണങ്ങളെ മുൻകൂട്ടി തടയാൻ സഹായിക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങും കാര്യങ്ങളൊന്നും ഇന്ത്യയിലേക്ക് അധികം പോപ്പുലർ ആയിട്ടില്ല. അപ്പോൾ സഡൻ കാർഡിയാക് ഡെത്ത്, പെട്ടെന്നുള്ള ഹൃദയ ആഘാത മരണങ്ങൾ നമുക്ക് പരിചയമുള്ള ആളുകളിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കും വരാം എന്നുള്ള രീതിയിൽ അതനുബന്ധിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാനും അതനുസരിച്ചുള്ള പരിശോധനകൾ നടത്താനും ഒരു വിദഗ്ധനായ ഫിസിഷ്യന്റെയോ കാർഡിയോളജിസ്റ്റിന്റെയോ അഭിപ്രായം ഒരിക്കലെങ്കിലും തേടുന്നത് പലപ്പോഴും നല്ലതായിരിക്കും എന്നൊരൊറ്റ നിർദ്ദേശം മാത്രം തന്നുകൊണ്ട് ഞാൻ നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ ഡോക്ടർ റഹ്മാൻ സാഹിബ്, അതുപോലെ ഡോക്ടർ അസഫ് അബൂബക്കർ. അദ്ദേഹം 2.5 മണിക്കൂറധികം ക്ലാസ് എടുത്തു ഏകദേശം. അൽഹംദുലില്ലാഹ്. പക്ഷെ അത് ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഡോക്ടറോട് ചോദ്യം, ഈ കൊളസ്ട്രോൾ കാര്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് സൈത്ത് എണ്ണയാണോ അതോ സാധാരണ കൊളസ്ട്രോൾ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്, ഏതാണ് ഉപയോഗിക്കുന്നത് നല്ലത് എന്നാണ് ചോദിക്കാനുള്ളത്. ഇൻഷാഅല്ലാഹ് മറ്റു ചോദ്യക്കാരൊക്കെ മൈക്കിൽ വരിക. ബഹുമാനപ്പെട്ട അമീർ സാഹിബ്, അദ്ദേഹത്തിന്റെ ചോദ്യമാണോ മറ്റാർക്കും വേണ്ടി ചോദിച്ചാണെന്ന് വ്യക്തമല്ല. എന്തായിരുന്നാലും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എണ്ണ ഉപയോഗം കുറയ്ക്കാന്നുള്ളതാണ്. കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ആരോഗ്യകരമെന്ന് ശാസ്ത്രം പറയുന്ന, അതിലൊക്കെ പലപ്പോഴും വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ ശാസ്ത്രലോകത്ത് തന്നെ വരാറുണ്ടെങ്കിലും അതിൽ നടക്കുന്ന പഠനങ്ങളുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും അനുസരിച്ച് ഏറ്റവും ഇത്രയും പ്രബലമായിട്ടുള്ള പഠനങ്ങളനുസരിച്ച് ഏറ്റവും നല്ലത് അപൂരകമായ എണ്ണകളാണ് എന്ന് പറയും. അതിൽ പെടുന്നത് തന്നെയാണ് ജൈത്തുണ്ണയും അതുപോലെ തന്നെ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ എണ്ണ, ഈ കടൽ മത്സ്യങ്ങളുടെ എണ്ണ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ള പഠനങ്ങളുണ്ട്. അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഡീപ് സീ ഫിഷസിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മുറിക്കാതെ നേരിട്ട് കഴിക്കാവുന്ന തരത്തിലുള്ള ചെറിയ മത്സ്യങ്ങൾ, നെത്തല്, മാന്തൽ, വളരെ ചെറിയ മാന്തൽ പോലുള്ള മത്സ്യങ്ങൾ ഡീപ് സീ ഫിഷസ് ആയിട്ട് വരും. ചെറിയ മത്സ്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന എണ്ണ അത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന്
വളരെ പ്രബലമായ അഭിപ്രായങ്ങളും പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ കഴിയുന്നതും PM ഒഴിവാക്കുക. PM വളരെ വളരെ ലാസ്റ്റ് മാത്രമേ മറുപടി പറയാൻ ശ്രമിക്കൂ. PM അഡ്മിൻസിന് കൊടുക്കുകയാണെങ്കിൽ അഡ്മിൻസ് ചിലപ്പോൾ മൈക്കിൽ വന്ന് ബോധ്യപ്പെടുത്താനും സഹായിക്കും. പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ വളരെ 8 ഇഞ്ച് സ്ക്രീനിന്റെ ടാബ്ലറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് PM എടുക്കാനും അത് വായിച്ചു നോക്കാനും അത് കഴിഞ്ഞ് മൈക്ക് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലെ കൈപൊക്കി ആളെടുക്കാത്തോണ്ടാണ് മൈക്ക് ചാടിയത്. ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ ഇപ്പോൾ ജെയ്ത്ത് എണ്ണ വേവിക്കാതെ ഉപയോഗിക്കലാന്നല്ലോ കൊളസ്ട്രോൾ നല്ലത്. അതിന്റെ ഒന്ന് വിശദീകരിക്കോ ഡോക്ടർ? ഓക്കെ, അസ്സലാമു അലൈക്കും. ഏത് എണ്ണയാണെങ്കിലും അത് ഉയർന്ന ഊഷ്മാവിൽ തിളപ്പിക്കുന്നത് അനാരോഗ്യകരമാണ്. ഏതെണ്ണയാണെങ്കിലും അത് ഉയർന്ന ഊഷ്മാവിൽ തിളപ്പിക്കുന്നത് അനാരോഗ്യകരമാണ്. അതിന് ഓക്സിഡേഷൻ നടന്ന് നമുക്ക് ദോഷകരമായിട്ടുള്ള പല നശീകരണ പ്രവർത്തനങ്ങളും നശീകരണ ശേഷിയുള്ള പല കെമിക്കൽസും അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വളരെ ഉയർന്ന ഊഷ്മാവിൽ ഉണ്ടാക്കുന്ന റോസ്റ്റ് പോലെയുള്ള കോഴി ചിക്കൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഏതെണ്ണയാണെങ്കിലും ജെയ്ത്തെണ്ണയാണെങ്കിലും മറ്റും എല്ലാം കഴിവതും അധികം ഉപയോഗിക്കാതെ വളരെയധികം ഉള്ള ഊഷ്മാവിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അടുത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പിന്നെ എന്റെ സംശയം എന്താ വെച്ചാല്, ഞാന് ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരു അരമണിക്കൂർ ഓടാറുണ്ട്. അപ്പൊ കൊളസ്ട്രോൾ ഷുഗറൊന്നുമില്ല. പിന്നെ ഗ്യാസിന്റെ വല്ലാത്തൊരു അസുഖമുണ്ട്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ഒരു കുളത്തി പിടിക്കല് വേദനയൊക്കെ ചില ടൈമുകളിൽ, എന്നില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ചില സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഛർദ്ദിക്കാൻ ഇങ്ങനെ തോന്നണ പോലെ. അതിനെന്താ ഒരു വഴി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട കേരളവാസി ചോദിച്ചിട്ടുള്ളത് ഓടുന്നത് വളരെ നല്ലതാണ്. എനിക്കത് പലപ്പോഴും ഒരു റെഗുലർ എക്സസൈസ് നിലനിർത്താൻ സാധിക്കാത്തൊരു വ്യക്തിയാണ്. എന്നാലും എനിക്ക് പറയണമല്ലോ, റെഗുലർ എക്സസൈസ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്ക പിന്നിട്ട ആളുകൾ. റെഗുലർ എക്സസൈസ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരുന്നത് ഒരാഴ്ചയിൽ 4 ദിവസങ്ങളെങ്കിലും അരമണിക്കൂറിൽ കുറയാത്ത വേർക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ ഒരു അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും വേർക്കുന്ന തരത്തിൽ, ചെറുതായിട്ടെങ്കിലും വേർക്കുന്ന തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നമുക്ക് എക്സസൈസ് ആയിട്ട് പരിഗണിക്കാം. വേറെന്തെങ്കിലും ചോദ്യം ചോദിച്ചോ? വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ എന്തോ ചോദിച്ചു എന്ന് തോന്നുന്നു. ഏതായാലും മൈക്രോലൈസ് ചെയ്യുന്നു മറന്നുപോയി. ഗ്യാസിന്റെ കാര്യം ചോദിച്ചിരുന്നു. അത് നിങ്ങളുടെ പ്രായം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. പൊതുവെ ഈ ഗ്യാസിനെ കുറിച്ച് പറയാറ് നിങ്ങളുടെ പ്രായം ഏതാണ്, എത്ര കാലത്തേക്കുണ്ട്, അതൊക്കെ അനുസരിച്ച് അതിന്റെ തീവ്രതയും അതിന്റെ ഗൗരവവും വ്യത്യാസപ്പെട്ടിരിക്കും. അത് കുറെ കാലത്തേക്കുള്ളതാണ്. ഭക്ഷണം തെറ്റിക്കഴിക്കുമ്പോഴും മറ്റുമൊക്കെ വരുന്നതാണെങ്കിൽ അത് സാധാരണഗതിയിൽ പ്രശ്നമുണ്ടാക്കാത്ത തരത്തിലുള്ള ഗ്യാസാണെന്ന് പറയാം. അതേസമയം ഒരു പ്രായമായ വ്യക്തി അതുവരെ ഇല്ലാത്തൊരു ഗ്യാസ് പെട്ടെന്ന് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ട്യൂമർ പോലെയുള്ള അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് വരാം. അപ്പോൾ പല ഡേഞ്ചർ സയൻസും ഈ ഡിസ്പെപ്സിയ എന്ന് പറയുന്ന ഈ ലക്ഷണത്തിനുണ്ട്. ആ ഡേഞ്ചർ സയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കോപ്പ് ചെയ്ത് നോക്കേണ്ടി വരും, അകത്തേക്ക് കോയിലിറക്കി പരിശോധിക്കേണ്ടി വരും.
അതല്ലാതെ കുറെ കാലമായിട്ടുള്ളത് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കയറി വരുന്നത്, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക, കിടക്കുമ്പോൾ തലയുടെ ഭാഗം കുറച്ച് പൊക്കി വെച്ച് കിടക്കുക, കൃത്യമായ ഇടവേളകളിൽ എന്നും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ പൊതുവെ മിക്ക ഗ്യാസിന്റെ പ്രശ്നങ്ങൾ തീരും. അത് കഴിഞ്ഞിട്ടും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഗ്യാസിന്റെ തരത്തിലുള്ള ആന്റാസിഡ്സ് ഗുളികകളോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് PPIs എന്ന് പറയുന്ന മരുന്നുകളോ കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ടും ഗ്യാസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ചില പരിശോധനകൾ പറയും, അത് നിർബന്ധമായിട്ടും നടത്തേണ്ടി വരും. ഇതാണ് പൊതുവെ ഗ്യാസിനെ കുറിച്ച് പറയാനുള്ളത്. അത് എല്ലാവർക്കും, ഇതിന് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. ചില പ്രായം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചില പ്രായം കഴിഞ്ഞ് അതിന്റെ ലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന തീവ്രതയൊക്കെ വ്യത്യാസപ്പെട്ട് അതിന്റെ ഗൗരവം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഞാൻ അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡോക്ടർ വിശദീകരിക്കണം. ടെൻഷൻ കൂടുന്ന സമയത്ത് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ടെൻഷനും ഹൃദയം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമോഷണൽ സ്ട്രെസ്, മാനസികമായിട്ടുള്ള നമ്മുടെ പിരിമുറുക്കം എത്രത്തോളം ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് ഏറ്റവും പ്രധാന ഹൃദയരോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നാണ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ സ്ട്രെസ്. ഇപ്പൊ ടെൻഷനുള്ള ആളുകൾക്ക് പ്രഷർ കൂടി നിൽക്കും, അത് ഹൃദയ അനാരോഗ്യത്തിന് കാരണമാകും. പിന്നെ അത് ഹൃദയരോഗം ഉണ്ടാകാനുള്ള കാരണം, അപ്പോ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമായല്ലോ. പ്രഷർ കൂടുമ്പോൾ, ടെൻഷൻ കൂടുമ്പോൾ പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോൾ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ബ്ലോക്ക് ഉള്ള ആൾക്ക് അറ്റാക്ക് വരാനും ഈ ടെൻഷന് ഒരു കാരണമാണ്, ടെൻഷൻ കാരണം ഉണ്ടാകും. ആൾറെഡി ബ്ലോക്കുള്ള ആളാണ്, അയാളുടെ ധമനികൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്, ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രക്തം വളരെ മിനിമലായിട്ട് കിട്ടുന്നുള്ളൂ, ഒരു കട്ടിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്ക് നെഞ്ചുവേദന വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇത് നമുക്ക് പെട്ടെന്നൊരു ഇമോഷണൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് അങ്ങ് കൂട്ടും. നമുക്കറിയാം, ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പ് വളരെ കൂടും. അപ്പോൾ എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുന്നതനുസരിച്ച് ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രക്തത്തിന്റെ അളവും കൂടും. നമ്മൾ കൂടുതൽ ശക്തിയിൽ ഹൃദയം ഇടിക്കുന്നതനുസരിച്ച് കൂടുതൽ രക്തം ഹൃദയത്തിന് വേണ്ടി വരും. അപ്പോൾ ആൾറെഡി ആദ്യമേ തന്നെ ബ്ലോക്കുള്ള ഹൃദയത്തിന് ആ ഒരു കൂടിയ ഡിമാൻഡ്, കൂടിയ ആവശ്യം നിറവേറ്റാൻ സാധിക്കാതെ വരികയും അങ്ങനെയുള്ള അവസരത്തിൽ ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാനും ബ്ലോക്ക് കാരണമുള്ള ഹൃദയാഘാതം ഉണ്ടാവാനും ഈ ടെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതാണ് ടെൻഷനെ കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും ഡോക്ടറെ, എനിക്ക് യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഏതൊക്കെ ഭക്ഷണമാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചിട്ടുള്ള യൂറിക് ആസിഡ് കൂടുതലുള്ള അസുഖം ഉള്ള ആളാണ്. അപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കാം, പല കാരണങ്ങളുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുക എന്നുള്ള ഒരു പരിശോധന നടത്തിയത് യൂറിക് ആസിഡ് കൂടി നിൽക്കുക മാത്രമേ ഉള്ളൂ, മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല. അതിന്റെ രോഗലക്ഷണങ്ങളായിട്ട് വരാവുന്നത് പല ജോയിന്റുകളിൽ വേദന, പെട്ടെന്നുള്ള വേദന, കൈകളിലൊക്കെ ഉണ്ടാകുന്ന തടിപ്പ് പോലെയൊക്കെ ഉണ്ടാകുന്നത് ഗൗട്ട് എന്ന് പറയും. അതാണ് അതിന്റെ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങളൊന്നുമില്ല, അയാൾക്ക് യൂറിക് ആസിഡ് കൂടി നിൽക്കുക മാത്രമാണ്. അങ്ങനെയെങ്കിൽ ചികിത്സ ആവശ്യമില്ല.
ലക്ഷണങ്ങളില്ലാത്ത ഹൈപ്പർ യൂറിസീമിയ ചികിത്സിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള നിലപാട്. അതേസമയം അതിലും തർക്കങ്ങളുണ്ട്. അത് മറ്റു രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നു. അതായത് അങ്ങനെ കൂടി നിൽക്കുന്ന ആളുകളിൽ തന്നെയാണ് മറ്റ് പ്രഷറും ഷുഗറൊക്കെ കൂടി നിൽക്കുന്നത് എന്നുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ ഇത് ചികിത്സിച്ചുകൊണ്ട് മാത്രം പ്രഷറിനോ ഷുഗറിനോ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഇതിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. പിന്നെ യൂറിക് ആസിഡ് കൂടി നിൽക്കാനുള്ള കാരണങ്ങൾ, യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ്. അത് നിശ്ചിതമായ ഒരു പരിധിയിൽ നിലനിർത്തണം. അത് കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്യൂരിൻസ് എന്ന് പറയുന്ന ഒരു DNA ഒരു ഘടകമാണ് പ്യൂരിൻസ്. ഒരു ന്യൂക്ലിക് ആസിഡ് ബേസ് ആണത്. അപ്പോൾ പ്യൂരിൻസിന്റെ ഡീഗ്രഡേഷൻ, അത് ദഹിപ്പിച്ച് അതിന്റെ സ്വാംശീകരണ പ്രക്രിയ കഴിഞ്ഞ് അത് ശരീരം പുറന്തള്ളുന്ന ഘട്ടത്തിന്റെ അവസാനമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂരിൻസിന്റെ ഉൽപാദനം, പ്യൂരിൻസ് കൂടിക്കഴിഞ്ഞ് യൂറിക് ആസിഡിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടി നിൽക്കാം. അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് കിഡ്നി വഴിയാണ് യൂറിക് ആസിഡ്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്ന കാരണം യൂറിക് ആസിഡ് കൂടി നിൽക്കാം. ഉൽപാദനം കൂടുക അല്ലെങ്കിൽ പുറന്തള്ളുന്ന ആ പ്രക്രിയ കുറയില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും യൂറിക് ആസിഡ് കൂടി നിൽക്കാം. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില പ്രത്യേക പ്രഷറിന്റെ ഗുളികകൾ, തൈസൈഡ്, അതുപോലെ തന്നെ ഈ നീര് കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രഷറിന്റെ ഗുളികകളുണ്ട്. ഹൈഡ്രോക്ലോറോതൈസൈഡ്, ചില പ്രഷറിന്റെ മരുന്ന് ഓർക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാവും. LSRH, അംലോങ് എച്ച് വെച്ച് അവസാനിക്കുന്ന പ്രഷറിന്റെ മരുന്നുകൾ ഹൈഡ്രോക്ലോറോതൈസൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് അടങ്ങിയിട്ടുള്ളതാണ്. അത് യൂറിക് ആസിഡ് കൂടി നിൽക്കാൻ കാരണമാവാം. ഏതായിരുന്നാലും അങ്ങനെ കൂടി നിൽക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്യൂരിൻസ് അടങ്ങിയ കൂടുതൽ മാംസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ നമുക്ക് യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടാക്കുന്നത്. മാംസം, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. റെഡ് മീറ്റ് പ്രധാനമായിട്ട്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചുവന്ന മാംസം. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പോത്ത്, ആട്, അങ്ങനെയുള്ള എല്ലാം റെഡ് മീറ്റ് ആയിട്ട് വരും. അതിനേക്കാളും ഗൗരവം കുറവാണ് കോഴി, മത്സ്യങ്ങളൊക്കെ. പക്ഷെ അതിലും ഉണ്ട് പ്യൂരിൻസ്. അപ്പൊ അതിൽ നിന്നും യൂറിക് ആസിഡ് ഉണ്ടാവും. പക്ഷെ റെഡ് മീറ്റിന്റെ അത്രയും ഉണ്ടാവില്ല. അതാണ് പൊതുവെ യൂറിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആളുകളിൽ ജോയിന്റ് വേദന, മറ്റു ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മരുന്ന് കഴിക്കേണ്ടി വരും. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഇത് യൂറിക് ആസിഡിന്റെ ചോദ്യം തന്നെ PM വന്നിരുന്നു. അതുകൊണ്ട് അതിന് സുഹൃത്ത് മറുപടി കേട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ചോദ്യം വന്നില്ല, ഈ രാത്രിയിൽ ഒണിയൻ സാലഡ് കഴിക്കാമോ? ഒണിയൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ വലിയുള്ളിയാണ്. അത് സാലഡാക്കി കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ വായനാട്ടം നല്ല ഉണ്ടാവും എന്ന് പറയുന്നു. അതുകൊണ്ട് ഭാര്യയോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തൈറോയ്ഡ് കുറയാൻ കാരണം എന്ത്? തൈറോയ്ഡ് ഹോർമോൺ കുറയാൻ കാരണം, തൈറോയ്ഡ് ഹോർമോൺ കുറയാൻ പല കാരണങ്ങളുണ്ട്. തൈറോയ്ഡിന്റെ രോഗങ്ങൾ, തൈറോയ്ഡ് കുറയുന്ന അസുഖം, തൈറോയ്ഡ് ഹോർമോൺ കൂടി നിൽക്കുന്ന അസുഖം, പിന്നെ തൈറോയ്ഡിന്റെ വീക്കം, ഈ കാരണങ്ങളൊക്കെ തൈറോയ്ഡിന്റെ അസുഖമായിട്ട് വരും. തൈറോയ്ഡ് കുറയാൻ ഏറ്റവും മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയഡിന്റെ കുറവായിരുന്നു. അയഡിൻ തൃശ്ശൂര് ഒരു മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾക്ക് കടൽ മത്സ്യങ്ങളും മറ്റുമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ അയഡിന്റെ, കടൽ മത്സ്യം, കടൽ ഭക്ഷണങ്ങളിലാണ്, സീ ഫുഡിൽ നിന്നാണ് നമുക്ക് കൂടുതലും അയഡിൻ കിട്ടുന്നത്. അപ്പോൾ അത് കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയുടെ തന്നെ ചില പ്രത്യേക ഏരിയകളിലൊക്കെ ഈ അയഡിൻ കുറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന തൈറോയ്ഡ് കുറയുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ കുറവാണ്. അയഡിൻ നമ്മുടെ ഉപ്പിൽ അയഡിൻ ചേർക്കുന്നുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഡാൽഡ പോലെയുള്ള നെയ്യിലൊക്കെ അയഡിൻ ചേർത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ ഇപ്പോൾ ആ ഒരു കാരണം ഇപ്പോൾ പൊതുവെ കുറവാണ്. പിന്നെ മറ്റു കാരണങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മൾ ഷുഗർ വരുന്ന ആളുകളിൽ എന്ത് കാരണം കൊണ്ടാണ് ഷുഗർ വരുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള കോശങ്ങളെ, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില പ്രത്യേക പ്രവർത്തനങ്ങൾ കാരണം നശിക്കുക പോവുക. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടി നിൽക്കുന്ന കാരണം. ഏതായാലും നമ്മൾ പൊതുവെ നമ്മൾ നോക്കുക, തൈറോയ്ഡ് ഹോർമോൺ അയഡിന്റെ കുറവുകൊണ്ടാവാൻ സാധ്യതയുണ്ട് ഇയാളുടെ ജീവിത പ്രവർത്തനങ്ങൾ, ജീവിതശൈലി, അയാൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പൊതുവെ നോക്കും. അത് സംശയിക്കുന്നില്ല എങ്കിൽ നമ്മൾ അത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് എന്ന് സംശയിക്കും. അതോടുകൂടെ ചില തൈറോയിഡിന്റെ ചില ആന്റിബോഡി ടെസ്റ്റുകൾ നടത്തും. ആ തൈറോയ്ഡ് ആന്റിബോഡി ടെസ്റ്റുകൾ നടത്തുകയും ചിലപ്പോൾ തൈറോയ്ഡ് സ്കാനിംഗ് എന്ന് പറയുന്ന ടെസ്റ്റുകളും, തൈറോയിഡിന്റെ റേഡിയോ സ്കാനിങ്ങും അതുപോലെ തന്നെ USG സ്കാനിംഗ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു
ഒരു ഡയഗ്നോസിലെത്തും. കൂടുതലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ വീക്കത്തോടു കൂടി തൈറോയിഡ് ഹോർമോൺ കുറയ്ക്കാറുള്ളത്. അതല്ലെങ്കിൽ അട്രോഫിക് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന രണ്ട് പ്രധാന കാരണങ്ങൾ. ഏതായിരുന്നാലും ഒരു രോഗി എന്ന നിലയ്ക്ക് അതിന് ചികിത്സിക്കേണ്ടതായിട്ടുള്ള മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ സപ്ലിമെന്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമായ അളവിൽ കഴിക്കുക എന്നുള്ള ഒറ്റ പ്രതിവിധി മാത്രമേ ഉള്ളൂ. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഒക്കെ ആണെങ്കിൽ പലപ്പോഴും കുറെ കാലം കഴിയുമ്പോൾ നമുക്കത് നിർത്താൻ സാധിക്കാറുണ്ട്. അത് ഡോക്ടറോട് പരിശോധിച്ച സമയം ഡോക്ടർ അനുവദിച്ച് അതിന്റെ അളവുകളൊക്കെ കുറച്ച് നിർത്താൻ സാധിക്കാറുണ്ട് പലപ്പോഴും. ഏതായാലും ഞാൻ അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്കിലേക്ക് ചെയ്യുന്നു. 1-2 ചോദ്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് നിർത്താം. പിന്നീട് എപ്പോഴെങ്കിലും മൈക്കിലേക്ക് വരാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബൈർ അവിടെ ഇല്ലേ? സുബൈർ സാഹിബ് KPM. 2 ചോദ്യമുണ്ട്. ഒന്നൊരു വ്യക്തിക്ക് ഗർഭം തുടക്കാൻ ചോദ്യം ഇവിടെ പറ്റുവാറില്ല ഗൈനക്കോളജി. തുടക്കകാലത്ത് ഛർദിയും അലർജിയും ഉണ്ടാവുന്നു, അത് ഒഴിവാക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അസ്സലാമു അലൈക്കും, എനിക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കണം. എന്റെ ഒരു ബന്ധു ജസ്റ്റ് നാട്ടിൽ ലീവിന് പോയിട്ട് MES ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ 2 ഒന്ന് ഫുള്ളും 2 സെക്കൻഡ് ഹാഫും ബ്ലോക്ക് ഉണ്ട് എന്ന് ബൈപ്പാസ് ചെയ്യാനും പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുന്നില്ല. എത്ര നിരമ്പുകൾ ഉണ്ട് യഥാർത്ഥത്തിൽ എന്നും ഈ 3 ബ്ലോക്ക് ഡേഞ്ചർ ആണോ എന്നും ചോദിക്കൂ എന്ന് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഡോക്ടർക്ക് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ മറ്റേ വ്യക്തിക്ക് ആദ്യം ചോദിച്ചു. അപ്പോൾ ചോദ്യം എന്നുള്ളത് 1 ബ്ലോക്കിനെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പ്രായം പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മറ്റു വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയൊക്കെയാണ്, ഇനിയും ജീവൻ കുറെ കാലഘട്ടത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ശാരീരിക ക്ഷമതയുണ്ടെന്ന് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഓപ്പറേഷൻ ചെയ്യുന്നതന്നെയാണ് നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കോയലുകളുണ്ട്. അപ്പൊ ആ കോയലുകൾ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹൃദയത്തിലേക്കുള്ള രക്തം പോകുന്നതാണ് നിൽക്കും. അപ്പോൾ ഹൃദയപേശികൾക്കുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണത്തില്ല, അത് നശിച്ചു തുടങ്ങും. ഇതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൈ മുഷ്ടി, നമ്മുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ എത്ര വലുപ്പം വരുമോ അത്രയും വലുപ്പമുള്ള ഒരു മാംസപേശി നിർമ്മിതമായിട്ടുള്ള അവയവമാണ്. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ട രീതിയിൽ ചുറ്റിലും ഹൃദയരധ്വനികളുണ്ട്. അത് ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് എന്ന് പറയുന്ന LAD എന്ന് പറയുന്ന ഭാഗത്താണ് കൂടുതലും ബ്ലോക്ക് ഉണ്ടാവാറ്. അതുപോലെ തന്നെ റൈറ്റ് സർക്കംഫ്ലക്സ് ആർട്ടറിയിൽ ഉണ്ടാവാറുണ്ട്, സർക്കംഫ്ലക്സ് ആർട്ടറി, അങ്ങനെ പല ഭാഗങ്ങളിലും ഉണ്ടാവാറ്. അത് ഈ 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഡേഞ്ചർ ആണെന്ന് പറയേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ആണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ ഒരു ബ്ലോക്ക്, ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലുമാണ് തുടക്കത്തിൽ തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എവിടേക്കും കിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിനോട് കൃത്യമായ നിഷ്ഠകൾ പാലിക്കാൻ പറയുക. അതോടുകൂടെ ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഓപ്പറേഷൻ ഇല്ലാതെയും 2-3 ബ്ലോക്കൊക്കെ ആണെങ്കിൽ ബലൂൺ നമ്മുടെ ഞരമ്പിലൂടെ കടത്തിവിട്ട് PCA എന്ന് പറയുന്ന ഒരു രീതി, അതായത് സ്റ്റെന്റ് ഇടുന്ന രീതിയും ചെയ്യാറുണ്ട്. അത് ചില ഡോക്ടർമാർ ചെയ്യാറുണ്ട്. പൊതുവെ നമ്മൾ പറയാറ്, 1-ൽ കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി നിർബന്ധമായും ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇന്റർവെൻഷണൽ കാർഡിയോളജി, അതായത് ബലൂൺ ചികിത്സയും അതുപോലെ തന്നെ സ്റ്റെന്റ് ചികിത്സയുമെല്ലാം വളരെയധികം വികാസം പ്രാപിച്ചിട്ടുള്ളതുകൊണ്ട് 1, 2, 3 ബ്ലോക്കൊക്കെ പലപ്പോഴും ഒരു 2 മണിക്കൂറിന്റെ പ്രവർത്തനം കൊണ്ടൊക്കെ നമുക്കത് ബ്ലോക്ക് നിൽക്കാനൊക്കെ സാധിക്കാറുണ്ട്. അത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ കൈയിന്റെ ഞരമ്പിലൂടെയോ അല്ലെങ്കിൽ കാലിന്റെ ഞരമ്പിലൂടെയോ ചെറിയൊരു ഒരു പിടുത്തം കൊണ്ടുപോയിട്ട് നമ്മുടെ ഹാർട്ടിനകത്ത് പോയി, ഹാർട്ടിന്റെ അകത്തുള്ള ബ്ലോക്കുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ഒരു ചെറിയൊരു കോയില് ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിർത്തിവെക്കും. ഒരു ബലൂൺ വെച്ച് പൂപ്പിച്ചിട്ട്
ആ ബ്ലോക്കുള്ള ഇടത്ത് കൊണ്ട് ഒരു ബലൂൺ വീർപ്പിക്കും. അപ്പോൾ ആ ബ്ലോക്ക് അങ്ങോട്ട് വിടർന്നിരിക്കും. എന്നിട്ട് അവിടെ ഒരു സ്പ്രിങ് പോലെയുള്ള ഒരു വസ്തു കയറ്റി വെക്കും. ഇതിനാണ് സ്റ്റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ഡോക്ടർ, ഇപ്പം ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നുള്ളൊരു ഓപ്പറേഷനാണ്. അതേസമയം സ്റ്റെന്റ് ഇൻസേഷൻ അല്ലെങ്കിൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് സ്റ്റെന്റ് ഇൻസേഷൻ അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇദ്ദേഹം ഒരു ഓപ്പറേഷൻ സമ്മതിക്കുമായിരിക്കും. തുറന്നുള്ള ഓപ്പറേഷൻ അല്ലാതെ ഒരു 2-3 മണിക്കൂറോ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കിടന്ന് വീട്ടിൽ പോകുന്ന ഒരു രീതി ചിലപ്പോൾ വേറെ ഡോക്ടർ ചിലപ്പോൾ അതിന് തയ്യാറായിരിക്കാം. അപ്പോൾ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറല്ല വേറെ ഡോക്ടർ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കോൺഫിഡന്റ് ആണെങ്കിൽ ഇദ്ദേഹം തീർച്ചയായും ഈ ബൈപ്പാസ് സർജറിക്ക് തീർച്ചയായും തയ്യാറല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് തിരിയുന്നത് നല്ലതായിരിക്കും എന്ന് കൂടെ ഉണർത്തുകയാണ്. അതോടുകൂടെ നമ്മൾ തീർച്ചയായും നമ്മുടെ കൃത്യമായ മരുന്നുകൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇതെല്ലാം കൃത്യമായി കൺട്രോൾ ചെയ്യുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമുള്ള എക്സസൈസുകൾ ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം എന്നത് ഗർഭകാലത്തിന്റെ തുടക്കത്തിലുണ്ടാകുന്ന ഛർദിയും മറ്റു ബുദ്ധിമുട്ടുകളും. അതിനെക്കുറിച്ച് പല പഠനങ്ങളും നടക്കുന്നുണ്ട്. അത് ഗർഭകാലത്ത് ഗർഭം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഹോർമോണുകളുണ്ട്. അതിന്റെ കാരണം കൊണ്ടാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ചില ആളുകളിൽ അത് തീരെ ഉണ്ടാവാറില്ല. പിന്നെ ഒരു ആദ്യത്തെ ഗർഭത്തിലുള്ള ഒരു ഫസ്റ്റ് കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് കുട്ടിക്കും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഇങ്ങനെയുള്ള ചില പൊതുവെ കാണുന്ന കാരണങ്ങളൊന്നല്ലാതെ ഇന്ന കാരണങ്ങൾ ഒഴിവാക്കിയാൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരു ഓൺ ആൻഡ് ഓഫ് ചെയ്യാമെന്നൊന്നും ഈ കാര്യത്തിലില്ല. വരുമ്പോൾ നമ്മൾ ചികിത്സിക്കാം. അതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഇമോഷണൽ സപ്പോർട്ട്, നമ്മുടെ ആ മാനസികമായ അവർക്കുള്ള ഒരു ബലം കൊടുക്കൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു യുവതിയായ ഒരു സ്ത്രീ അവൾ ആദ്യമായിട്ടാണ് ഗർഭിണിയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവർക്കുണ്ട്, പല പിരിമുറുക്കങ്ങളുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ഭർത്താവിൽ നിന്നുള്ള സപ്പോർട്ട് വളരെയധികം വേണ്ട ഒരവസരമാണ്. അങ്ങനെ ഇല്ലാതാവുമ്പോഴും ഇത്തരം ഛർദിയുടെ പ്രശ്നങ്ങളൊക്കെ കൂടും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ ബുദ്ധിമുട്ടായിട്ട് ഛർദി ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും പലപ്പോഴും ചില ഗുരുതരം അതിന്റെ ലക്ഷണങ്ങൾ വളരെ കൂടിയ ആളുകളിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളിലൊക്കെ കൂടുമ്പോൾ വന്ന് ഗ്ലൂക്കോസ് എടുക്കേണ്ട അവസ്ഥയൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ പലപ്പോഴും ഈ ഒരു ഛർദിയുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവാറുണ്ട്. ആദ്യത്തെ 3 മാസത്തേക്ക് മാത്രമേ പൊതുവെ ഉണ്ടാവാറുള്ളൂ. അതുപോലെ ഇതൊക്കെയാണ് ഈ ഛർദിയുടെ കാര്യത്തിൽ ഗർഭകാലത്തുണ്ടാകുന്ന ഛർദിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെടുന്നു. ആദ്യമായിട്ട് ഡോക്ടറോട് വളരെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോഴും നമുക്കൊക്കെ അത് ഉപകാരപ്പെടുന്നുണ്ട്. ഓരോ ചോദ്യങ്ങളും മറ്റുള്ളവർക്കും വളരെയധികം സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും സംശയങ്ങൾ തീരാൻ കാരണമാകുന്നുണ്ട്. എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ BP പേഷ്യന്റ് എന്തൊക്കെ മുൻകരുതലുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ തടി കൂടുതലുള്ള ഒരാള് എത്ര ഭക്ഷണം കഴിക്കാം, എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ ഭക്ഷണത്തിന് എന്നുള്ള 2 ചോദ്യങ്ങളാണ്. അതിന് ഡോക്ടർ റഹ്മാൻ സാഹിബ് മറുപടി പറയുമെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുവെ നമ്മൾ BP ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാറുണ്ടെങ്കിലും നമ്മുടെ ജീവിതക്രമങ്ങളാണ്, നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്, നമ്മുടെ വ്യായാമക്കുറവാണ് BPയുടെ കാരണങ്ങൾ പറയാറുണ്ടെങ്കിലും 80% പ്രഷറിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടെത്താത്ത എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ ബ്ലാക്ക് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ
നമ്മുടെ തൊലി നിറം കറുത്ത ആളുകളിൽ പൊതുവെ നമ്മൾ ഉപ്പിന്റെ അംശം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പ്രഷർ എല്ലാം കൂടി നിൽക്കുകയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അത് ബാധകമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യനാണ് നമ്മളൊക്കെ, അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ സൗത്ത് ഏരിയയിലാണ്, ഏറ്റവും തെക്കുഭാഗത്ത് സൗത്ത് ഏഷ്യയിലുള്ള ആളുകളിൽ ഈ ഹൃദയരോഗ റിസ്ക് ഫാക്ടേഴ്സ്, പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ ഹൃദ്രോഗം തന്നെ മറ്റുള്ള ജനതയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പ്രഷറുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പച്ചക്കറികളും ഇലകളും കൂട്ടുക, കൂടുതൽ വയ്ക്കുക, എണ്ണ കഴിവതും കുറയ്ക്കുക. അതിൽ തന്നെ മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡീപ് സീ ഫിഷസ് കഴിക്കുക. അത് തന്നെ ഇറച്ചി കഴിക്കണം നിർബന്ധമാണെങ്കിൽ പോത്ത്, ആട് പോലെയുള്ള റെഡ് മീറ്റ് ഒഴിവാക്കി ചിക്കൻ വല്ലപ്പോഴും ആയിട്ട് കഴിക്കുക. അതും എണ്ണയിൽ ഉണ്ടാക്കാതെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് പൊതുവെ ഭക്ഷണത്തിന്. അത് നമുക്ക് പറഞ്ഞിരുന്ന ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, വെറുതെ നമ്മൾ പറയിപ്പിക്കാന്നുള്ളൂ. എല്ലാവർക്കും അറിയുന്നതാണ് എന്തൊക്കെ ആരോഗ്യമുണ്ട് എന്തൊക്കെ ആരോഗ്യമില്ലാന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അല്ലേ പൊതുവെ. അപ്പം കഴിക്കുമ്പോഴും എല്ലാവർക്കും അറിയാം എന്തൊക്കെ നമുക്ക് പറ്റൂല. എന്നാലും ഞാനാണെങ്കിലും അത് കേൾക്കുന്നവരാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കുറെ നിയന്ത്രണങ്ങൾ വരുത്തണം. അപ്പോ കഴിക്കുന്ന ഭക്ഷണം വേണ്ടത് തടി കൂടുതലുള്ള ആളുകൾ, ഞാനടക്കമുള്ള തടി കുറച്ച് ഒഴിവാറുള്ള വ്യക്തിയാണ്. ഒബീസ് എന്ന് പറയാൻ പറ്റില്ല, ഓവർ വെയിറ്റ് എന്ന് പറയാം. എന്നാലും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ഊർജ്ജം നമ്മുടെ ശരീരത്തിന് എത്തുന്നു. അത് നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കായികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, എക്സസൈസും നമുക്ക് മറ്റു ജോലികളും അത്ര കഠിനമായ ജോലി അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിനകത്തേക്ക് ഊർജ്ജം എത്തുന്നുണ്ട്, എന്നാൽ അത് ചെലവഴിക്കപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ സൂക്ഷിക്കും. നമ്മുടെ ലോക്കറിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്ന പോലെയാണ് ഭക്ഷണം എത്തിക്കഴിഞ്ഞു അത് ചെലവാകുന്നില്ലെങ്കിൽ അതവിടെ ഇങ്ങനെ കൂടി കിടക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, കൂടുതലുള്ളത് എക്സസൈസ് ചെയ്ത് കളയാം. അതാണ് പൊതുവെ പറയാനുള്ളത്. എല്ലാം മറ്റു ചോദ്യത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഡോക്ടർ സാറോട്, സാറ് ഇപ്പം പറഞ്ഞ് റെഡ് മീറ്റില് പിന്നെ ഒട്ടകം ഇറച്ചി അതിൽ പെടില്ല ഡോക്ടർ സാറെ. അതുപോലെ ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ഒട്ടക ഇറച്ചി കഴിക്കാം. റെഡ് മീറ്റ് ആണെങ്കിൽ ഒട്ടകം റെഡ് മീറ്റ് അല്ലേ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശയത്തോടുകൂടെ. ഒട്ടകമിറച്ചി കഴിക്കാമെന്ന് എന്നോടും ചോദിച്ചാൽ കഴിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഒട്ടകമിറച്ചിയാണോ അതല്ല കോഴിയാണോ നല്ലത് ഈ ഒരു വിഷയത്തിലെന്ന് ചോദിച്ചാൽ റെഡ് മീറ്റ് അല്ല കോഴിയാണെന്ന് മറുപടി പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മാംസാഹാരം നിർബന്ധമായിട്ടുള്ള ആളുകളിൽ ഇറച്ചി ഒഴിവാക്കി ഡീപ് സീ ഫിഷസ് കഴിക്കുക, അതെല്ലാം ആപേക്ഷികമാണ്. അപ്പോൾ റെഡ് മീറ്റിനകത്ത് ഒട്ടക ഇറച്ചി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ പൊതുവെ നമ്മുടെ ലോക തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന റെഡ് മീറ്റിലൊന്ന് പന്നിയാണ്. അത് വളരെ അധികം കൊഴുപ്പുള്ള ഒരു ഇതാണ്. അതേസമയം ഒട്ടകത്തിന്റെ ഇറച്ചിക്ക് കൊഴുപ്പ് വളരെ കുറവാണ്. പക്ഷെ മറ്റു പ്രശ്നങ്ങൾ ഇനി പറയുന്ന തുയറിന്റെ പ്രശ്നവും മറ്റൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളത് കൊണ്ടാണ് റെഡ് മീറ്റ് പൊതുവെ കുറയ്ക്കണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലേ ശരി, നമുക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ ചോദ്യമുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോറി സാർ, ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പെട്ടെന്ന് ഞാൻ ചോദ്യം ചോദിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുക. പിന്നെ എന്റെ വൈഫിന്റെ കാര്യത്തില് ഒരു ചോദ്യമാണ്. അവളെ യൂട്രസിൽ മുഴ ഉണ്ടായതുകൊണ്ട് യൂട്രസ് എടുത്തു കളഞ്ഞതാ. അതിപ്പോ 5-6 വർഷം മുമ്പായിരുന്നു. പിന്നെ എന്നതിന് ശേഷം ശരീരം വല്ലാതെ പിന്നെ തടിച്ചു, പിന്നെ വാറും എല്ലാം കൂടി ശരീരം തടിച്ചു.
പിന്നെ എല്ലാ കാലിലും കയ്യിലെല്ലാം വേദനയാണ്, തീരെ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരുപാട് ശരീരം കൂടിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഏത് ഡോക്ടർമാരെടുത്ത് പോയാലും അവരൊക്കെ പറയുന്നത് ശരീരം കുറക്കണം, എക്സസൈസ് ചെയ്യണം. പക്ഷെ എക്സസൈസ് ചെയ്യാനൊന്നും കഴിയൂല, പിന്നെ നടക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എക്സസൈസുകൾ അതൊന്നും സാധിക്കാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഈ യൂട്രസ് എടുത്ത് കളഞ്ഞാല് ഇത് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പിന്നെ ശരീരം തടിക്കുകയോ അല്ലെ അത് തടി കുറക്കാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ എന്താണ് അതിന്റെ മാർഗം എന്നൊരു സംശയമാണ്. ഡോക്ടർ അതിന് തക്കതായ മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു. വല്ലാതെ ഒരു വിഷമത്തിലാണ് അവൾ ഇപ്പൊ ഉള്ളത്. 44 വയസ്സായി. അതിനൊരു എന്തെങ്കിലും ശരീരം കുറക്കാൻ എല്ലാം നിസ്കരിക്കാൻ വരെ പ്രയാസമാണ്. ഇരുന്നാണ് പലപ്പോഴും നിസ്കരിക്കാറൊക്കെ ഉള്ളത്. അപ്പൊ അത് അങ്ങനെ എന്താണ് അതിന്റെ കാരണം? ഇത് തന്നെയാണോ? പിന്നെ കുറയിലെ കുറക്കാനുള്ള മാർഗം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞാൽ തിരക്കില്ലായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമിതവണ്ണത്തെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുള്ള ഒരു ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് നേരിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഒരു 45 വയസ്സൊക്കെ ആകുമ്പോൾ ഗർഭപാത്രം എടുത്തിന്റെ കൂടെ ഈ ഓവർ എടുത്തു കളഞ്ഞാന്ന് എനിക്കറിയില്ല. ഓവർ എടുത്തു കളയുന്നത് ചില ഹോർമോണൽ വ്യതിയാനങ്ങൾക്ക് കാരണമാവാറുണ്ട് എന്ന് മാത്രം. ഏതായാലും പൊതുവെ പൊണ്ണത്തടിയുടെ തോതനുസരിച്ചാണ് ചികിത്സ നമ്മൾ പറയാറ്. ഡയറ്റും എക്സസൈസ് ഒക്കെ പറയും, പക്ഷെ ആരും ചെയ്യാറില്ല. പിന്നെ അതിന്റെ കൂടെ ആദ്യഘട്ടമായിട്ട് ചില മരുന്നുകൾ കൊടുക്കും. ഇപ്പോൾ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് റീഷേപ്പ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അത് നമ്മുടെ ശരീരത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കയറാതെ സൂക്ഷിക്കുന്ന ഒരു മരുന്നാണ്. കഴിക്കുന്ന കൊഴുപ്പ് ശരീരത്തിൽ കയറാതെ സൂക്ഷിക്കുന്ന ഒരു മരുന്നാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പ്രധാനമായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ ഒരു പോളിസി വെക്കുക. രാത്രിയിൽ ഒരു 5:30 മണി 6 മണിക്ക് ശേഷം കട്ടിയായിട്ടുള്ള ഒന്നും കഴിക്കില്ല. അല്ലെങ്കിൽ രാത്രി മാത്രം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രികളിലും പഴങ്ങളോ പച്ചക്കറികളോ മാത്രം കഴിക്കും എന്നൊക്കെ വെക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫാസ്റ്റിംഗ്, നമ്മുടെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച നോമ്പൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നത്, അത് വെച്ച് രാത്രിയിൽ അതനുസരിച്ച് വെള്ളം കൂടുതൽ കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങില്ല, നമ്മൾ നോമ്പ് ഉറങ്ങി കഴിഞ്ഞ് കൂടുതലും പഴങ്ങളും പച്ചക്കറി സാലഡുകളൊക്കെ കഴിച്ച് വിശപ്പ് കിടുമ്പോൾ ഉറങ്ങിയാൽ പിന്നെ രാവിലെ സുബഹിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോമ്പായി, അല്ലെങ്കിൽ സാധാ പോലെ ദിവസമായി. അപ്പോൾ നമ്മൾ വിശപ്പ് അധികം അറിയുന്നില്ല. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ഉറക്കം ഒഴിവാക്കുന്നത്, ടെൻഷന്, ഇതൊക്കെ അമിതവണ്ണത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പിന്നെ രാത്രിയിൽ കൂർക്കം വലിക്കുന്ന അസുഖം ഉണ്ടെങ്കിൽ അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് വരാം. അങ്ങനെയുള്ള ആളുകൾ അത് ചികിത്സിച്ചാൽ തന്നെ പലപ്പോഴും അമിതവണ്ണം പൂർണ്ണമായിട്ട് ഒഴിവാകും. അപ്പോൾ അമിതമുള്ള ആളുകൾ ഏറ്റവും പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് അവർക്ക് സ്നോറിങ് അല്ലെങ്കിൽ ഈ കൂർക്കം വലി ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാം. അമിതവണ്ണമുള്ള ആളുകളിൽ ഉണ്ടാകുന്നൊരു അസുഖമാണ് അത്. ഉള്ള ആളുകളിൽ ചിലപ്പോൾ ചില പ്രത്യേക ബ്രീത്തിങ് ഡിവൈസസും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്തതിന്റെ പേരിൽ മാത്രം വീണ്ടും നല്ല ആരോഗ്യകരമായ ശരീരഭാരത്തിലേക്ക് എത്തിയ കഥകളും ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേറിയാട്രിക് സർജറി എന്ന് പറയും. അത് നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ ചെറുകുടലിന്റെ വൻകുടലിന്റെ അതുപോലെ തന്നെ ചെറുകുടലിന്റെ ഒക്കെ ഇടയിൽ ചില ഓപ്പറേഷനുകൾ നടത്തുക. ആമാശയത്തിൽ നിന്ന് നേരിട്ട് ചെറുകുടലിന്റെ ചില ഭാഗത്തേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കുക, ആമാശയത്തിന്റെ അളവ് സംഭരണശേഷി കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷനുകളൊക്കെ ചെയ്യാറുണ്ട്. ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ അതാണ് അതിന്റെ ചികിത്സ. അങ്ങനെയൊക്കെ ചെയ്ത പല പ്രമുഖരെയും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഈ ഫുട്ബോൾ അറിയുന്ന ആളുകൾക്ക് അറിയാം. മറഡോണ വളരെയധികം തടിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, വളരെ തടി കുറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെ പലരുമുണ്ട്. അങ്ങനെ അപ്പൊ അതിന്റെ തോതനുസരിച്ചാണ് ചികിത്സ. ഒരു പരിധി വിട്ട വളരെയധികം ഉള്ളതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും.
അതിന്റെ കുറഞ്ഞതാണെങ്കിൽ മരുന്നോട് കൂടിയുള്ള മറ്റു നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാരണമാണ് രാത്രിയിൽ കൂർക്കം വലിക്കുന്ന തരത്തിലുള്ള സ്ലീപ്പ് അപ്നിയ രോഗമുള്ള ആളാണെങ്കിൽ സ്ലീപ്പ് സ്റ്റഡീസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഉള്ള ആളുകൾക്കാണ് അതിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തടി കുറയും. അതിന്റെ കൂടെ തന്നെ തൈറോയ്ഡ് പോലെയുള്ള മറ്റു രോഗങ്ങളൊക്കെ ചില രോഗാവസ്ഥകളൊക്കെ ഈ പ്രഷർ കൂടി നിർത്തും, അല്ലാതെ നമ്മുടെ വെയിറ്റ് കൂടി നിർത്തും. അതുപോലെ തന്നെ കുഷിംഗ് സിൻഡ്രോം, ചില എൻഡോക്രൈനൽ അബ്നോർമാലിറ്റീസ്, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മുടെ തടിയെ, നമ്മുടെ ശരീരഭാരത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹോർമോണൽ പ്രശ്നമില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടണമെങ്കിൽ എൻഡോക്രൈനോളജിനെ കണ്ട് അതിന്റെ റെലവന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുക. അത് കഴിഞ്ഞ് എൻഡോക്രൈനോളജിയിലൊക്കെ എല്ലാ പ്രശ്നമൊന്നും ഉറപ്പുവരുത്തുകയാണെങ്കിൽ പിന്നെ ശരീരഭാരത്തിന്റെ തോതനുസരിച്ച് ഓപ്പറേഷനോ മരുന്നുകളോ മറ്റു ചികിത്സകളോ നമുക്ക് നിർദ്ദേശിക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട അമീർ സാഹിബ്, നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മമ്മൂട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട അമീർ സാഹിബ് കൈവക്കിയിട്ടുണ്ട്. ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ സാർ, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, ഞാന് ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്പീഡിലാണ് നടക്കല്. എനിക്ക് മെല്ലെ നടക്കലറിയില്ല. അപ്പൊ പല ആളുകളും ഓടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്റെ നടത്തത്തില് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പോ അങ്ങനെയാണ് നടക്കാറില്ലേ. പക്ഷെ അത് ഒന്നും കൂടെ അർജന്റ് ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സ്പീഡാക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അങ്ങനെ ഒരു 10, 15, 20 മിനിറ്റ് ഒക്കെ അങ്ങനെ നടന്ന് പോയി വരുന്ന സമയത്ത് എനിക്ക് വായില് വെള്ളമില്ല, ഉമിനീരില്ലാത്തൊരവസ്ഥ. കുറെ സമയത്തിന് ഉമിനീരില്ലാതെ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോ പെട്ടെന്നൊന്നും വെള്ളമൊന്നും കുടിക്കാറില്ല. ഡ്രൈ വായില് ഡ്രൈ ആവുക, അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. വേറെ ഇതുവരായിട്ട് ഷുഗർ, കൊളസ്ട്രോള് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു 5-6 മാസം മുമ്പ് വരെ ചെക്ക് ചെയ്തപ്പോ ഷുഗർ, കൊളസ്ട്രോള് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാഹിബ് ചോദിച്ചില് കുറെ നല്ല സ്പീഡിൽ നടക്കുമ്പോൾ വായ ഉണങ്ങി പോകുന്നു. സ്വാഭാവികം തന്നെ മറ്റു വാക്കിൽ മറുപടി വരാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ശക്തിയിൽ ഓടി നടക്കുകയാണെങ്കിൽ, നമ്മൾ മെഡിക്കൽ ടേംസിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന 2 സിസ്റ്റം ഉണ്ട്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. നമുക്ക് ഓടാനും പേടി അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് സിമ്പതറ്റിക് സിസ്റ്റം. അതേസമയം ഉറക്കം, ഭക്ഷണത്തിന്റെ ദഹനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹൃദയത്തിന്റെ മിടിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും മറ്റുമൊക്കെ സഹായിക്കുന്ന പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഈ പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ കൺട്രോളിലാണ് നമ്മുടെ വായിലുള്ള ഉമിനീര്, ഭക്ഷണം കഴിക്കുന്നത്, ദഹിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വല്ലാതെ ഓടുകയാണെങ്കിൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി അതിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. അത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ നമ്മൾ വല്ലാതെ ഓടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, വയറിന് വേദനയൊക്കെ തുടങ്ങും. കാരണം വയറിനല്ല അപ്പോൾ പ്രാമുഖ്യം, വയറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു അവയവങ്ങൾക്കോ അതിനും പ്രാമുഖ്യം. നമുക്ക് ഓടാനും മറ്റുമുള്ള മറ്റു ശക്തികളിലേക്കാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ശ്രദ്ധ അങ്ങോട്ട് പോകും, മറ്റിന് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. അതിനായിരിക്കും കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാവുക. സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ പാരാസിമ്പതറ്റിക് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഡ്രൈനസ്, ഓട്ടം കാണുന്നില്ലല്ലോ, കുറച്ചൊന്ന് ചെറിയൊരു ധൃതി പിടിച്ച് നടത്തം കുറെ അധികം സമയത്തേക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമ്പതറ്റിക് ആക്ടിവിറ്റി തന്നെയാണ്. അതുപോലെ സ്വാഭാവികമായി പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ തലകറക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, BP കുറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് പേടിക്കാനൊന്നുമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഈ പ്രഷറും ഷുഗറൊക്കെ കുറെ കാലത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോണോമിക് ഡിസ്റ്റർബൻസ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളൊക്കെ ബാധിക്കുന്ന കാരണം ഈ ഞാൻ പറഞ്ഞ ഈ സിമ്പതറ്റിക്കിനും പാരസിമ്പതറ്റിക് പ്രവർത്തനമൊക്കെ താറുമാറായി പോകും. ആവശ്യമില്ലാത്ത സമയത്ത് അത് കൂടുതലായി പോവുക, ചില സമയത്ത് വില കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ഞരമ്പിന് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറെ ഓടിക്കഴിഞ്ഞാലൊക്കെ
BP പറ്റത് കുറഞ്ഞു പോവുക, തളർന്നു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊന്നും ഇല്ലാത്തടത്തോളം കാലം പേടിക്കേണ്ടതില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമ്മൾ വെള്ളം വായ പ്രശ്നമാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കാമോ. ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷുഗർ ഇതുവരെ അടുത്തൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ അതായത് നെക്ലേസ് ചെയ്യുന്നു. ഷുഗറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ദാഹവും വെള്ളം വരലും, വായ വരലുന്നു. ഏതായാലും നെക്ലേസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ നമ്മുടെ അമീർ സാഹിബ്? പറഞ്ഞില്ലല്ലോ. 6 മാസത്തിലിറക്കുകയാണ് ഷുഗർ നോക്കുന്നത് നല്ലതാണ്. പൊതുവെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള ഇന്ത്യ വളരെ കൂടുതലാണ് മറ്റ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിന്റെ അസുഖം ഒക്കെ. അപ്പൊ നമ്മൾ പൊതുവെ നമ്മുടെ ഡോക്ടർമാരും എല്ലാം ചികിത്സ നിർദ്ദേശിക്കലെല്ലാം ഈ വെസ്റ്റേൺ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പഠനങ്ങളുടെയും അവിടുത്തെ രോഗാവസ്ഥകളൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ചികിത്സകളും കാര്യങ്ങളൊക്കെ തീരുമാനം. അവിടെയൊക്കെയാണ് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. പക്ഷെ പലപ്പോഴും അതൊന്നും നമ്മുടെ കേരളത്തിലെ പോലെയുള്ള അല്ലെങ്കിൽ തെക്കിന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അവരെക്കാളൊക്കെ വളരെ കൂടുതലാണ് നമ്മളിവിടുത്തെ ഇത്തരമുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ബർഡൻ വളരെ കൂടുതലാണ്. അപ്പോ പൊതുവെ ഒരു 30 വയസ്സിൽ നമ്മൾ പ്രഷർ ഷുഗറിന്റെ കൂടെ കൊളസ്ട്രോൾ വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യണമെന്നത് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ മറ്റു വ്യക്തികൾക്കുണ്ടാകും. അതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ നമ്മൾ തുടങ്ങേണ്ടി വരും. ഏതായാലും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കൂടുതലാണ്. നമ്മുടെ ജീവിതശൈലിയും അങ്ങനെയാണ്. എന്നാലും ഞാൻ കൂടുതൽ ചോദ്യം പോളിയോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും മറുപടി പറയാം. എന്തായിരിക്കും ഒരു ഡോക്ടർ മറുപടി പറയാം? ഇംഗ്ലീഷ് ഡോക്ടർ എന്താ മറുപടി പറയാം? ഞാനൊരു MBBS ഡോക്ടറാണ്, എന്റെ കൂടെ മറ്റൊരു ഡിഗ്രി എടുത്തുള്ള ഡോക്ടർ. എന്തായിരിക്കും ഒരു ഡോക്ടർ പറയാം? ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വൈദ്യൻ ബോഡി എടുത്തുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ആരുടെയും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയാം? ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും വീടുകളെങ്കിലും കേട്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പോളിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ലോകത്ത് നിന്ന് എടുത്തു കളയാൻ സാധിക്കുന്ന രോഗമായിട്ട് ശാസ്ത്രം കണക്കാക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ വസൂരി രോഗം ഇപ്പോൾ ഇല്ല, നമ്മൾ സ്മാൾ പോക്സ് എന്ന് പറയുന്ന രോഗം. അത് നമ്മളിതുപോലെ കുത്തിവയ്പ്പുകളൊക്കെ നടത്തി ഒഴിവാക്കി കളഞ്ഞതാണ്. നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ രോഗത്തിനേക്ക് ചികിത്സിക്കാൻ നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പഠനങ്ങൾ മറ്റുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്നത് ശരിക്ക് നമുക്കൊരു മുസ്ലിമിന് ചോദിച്ചതല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു ഇത്തരത്തിലുള്ള ഈ വാക്സിനേഷനുകളൊക്കെ എടുക്കുന്ന വ്യക്തി, അത് ഒഴിവാക്കുന്ന വ്യക്തി, ആ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ കുട്ടിയിൽ ആ രോഗമാണെന്നുണ്ടെങ്കിൽ അത് ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവർക്കും അത് പ്രശ്നമാണ്. ഒരു പുകവലി അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ആ മദ്യം കഴിക്കുന്ന ആൾക്ക് വ്യക്തിക്ക് പ്രശ്നമുണ്ട്, മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ പുകവലി കൊണ്ട് ചുറ്റുമുള്ള ആൾക്കും പ്രശ്നമുണ്ട്. അതുപോലെയുള്ള ഒരു പ്രശ്നമാണ് ഈ വാക്സിനേഷൻ. പോളിയോയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ പോളിയോ കൊടുക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, അടുത്തും പോളിയോ എടുത്തു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ത്യയിൽ ഇപ്പോൾ പോളിയോ കൊടുത്ത് അത് ഏകദേശം നിർത്താനുള്ള സമയമായി. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ അത് ഈ അടുത്ത കാലത്തൊന്നും പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് പോളിയോ എടുത്ത് കളഞ്ഞു എന്ന് തന്നെ ഇന്ത്യ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം തുള്ളിമരുന്ന് കൊടുക്കുന്നത് വീണ്ടും വരരുത് എന്നുള്ള രീതിയിൽ, അത് വളരെ കുറച്ചു കാലം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിർത്തും. നമ്മളിപ്പം കൊടുക്കാൻ കാരണം നമ്മുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും പോളിയോ ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് കൊടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പോളിയോ കൊടുത്ത ആളുകൾക്ക് പോളിയോ വന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ പോളിയോ കൊടുത്തുകൊണ്ടാണ് വന്നതെന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? പോളിയോയുടെ തുള്ളിമരുന്ന് കൊടുത്തുകൊണ്ടാണ് ആ കുട്ടിക്ക് പോളിയോ വന്നത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ പലപ്പോഴും ഇത് ഞാൻ കേട്ടില്ല, ഒരു ഡോക്ടറിന്റെ നിലയിൽ പലപ്പോഴും കേട്ടുള്ള സംശയമാണ്. പോളിയോ കൊടുത്ത ആളുകൾക്ക് പോളിയോ വന്ന് കേൾക്കാറുണ്ടല്ലോ. പോളിയോ തുള്ളിമരുന്ന് പറയുന്നത് ഒരു സമയത്ത് കൊടുക്കുന്നതല്ല, പല സമയങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് കൊടുത്താലേ മാത്രമേ അതിന് ആ പൂർണ്ണമായി കിട്ടിയാൽ മാത്രമേ അതിന്റെ ആ ഒരു പ്രതിരോധ ശേഷി പൂർണ്ണമായി എത്തുന്നുള്ളൂ. അതിനാണ് ഒറ്റ തുള്ളിമരുന്നിലാണെങ്കിൽ ജനിക്കുമ്പോൾ ഒരു തുള്ളിമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോളിയോയുടെ അത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല,
പോളിയോ തുള്ളിമരുന്നിന്റെ പൂർണ്ണമായി ഫലം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ജനിക്കുമ്പോൾ കൊടുക്കും, പിന്നെ അടുത്ത ആകുമ്പോൾ കൂടുമ്പോൾ കൊടുക്കും, അങ്ങനെ 5-6 തവണയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ തുള്ളിമരുന്ന് യജ്ഞത്തിന്റെ കൂടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ തുള്ളിമരുന്ന് കൊടുത്ത വ്യക്തിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോളിയോ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ കൊടുത്ത തുള്ളിമരുന്നിൽ കുട്ടികളായിക്കൊള്ളുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ പോളിയോയുടെ അണുക്കളുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ആ പോളിയോയുടെ തുള്ളിമരുന്ന് പൂർണ്ണമായി ഫലിച്ചില്ല എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എതിരഭിപ്രായം ഇല്ലാത്തടത്തോളം കാലം അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തീരുമാനം എടുക്കരുത് എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. അങ്ങനെയുള്ള ആളുകൾ, അതായത് ആരെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വന്ന ഡോക്ടറോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെക്കാൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൂടുതൽ അറിവുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്കും ആ ഡോക്ടറെ അടുത്ത് പോകരുതെന്നാണ്. കാരണം ആ ഡോക്ടർ, ഇംഗ്ലീഷ് ഡോക്ടറെ ഒരു പോളിയോ കൊടുക്കണം എന്ന് പറയുന്നൊരു ഒരു ഡോക്ടറേക്കാളും നിങ്ങൾക്ക് ആ കാര്യത്തിൽ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് അറിയുമെങ്കിൽ, അതെല്ലാ കാര്യത്തിലും ഉണ്ടാവണമല്ലോ. ഒരു തലപൊട്ടി വലിയ മുറിവൊക്കെ ആണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ചിന്തിക്കുക ഡോക്ടറെ തന്നെ ഡോക്ടറെക്കാളും നിങ്ങളെക്കാളും കൂടുതൽ ഡോക്ടർക്ക് അറിയില്ലല്ലോ. എന്തായാലും അത് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രശ്നമുള്ളൊരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോളിയോ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു പോളിയോ കാരണം കാലിന്റെ കുഴച്ചിലുള്ള ആളുകള് ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 20 വയസ്സെങ്കിലും കൂടുതലുള്ള ആളുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. നിങ്ങൾ കണ്ടാലറിയാം, ചെറിയ കുട്ടികൾക്ക് പോളിയോ ഇല്ല. എന്തുകൊണ്ട്? ഇത്രയും പോളിയോ എടുത്തുകൊണ്ടുള്ള ഫലമൊന്നുമില്ലാതെ വേറെ എന്തെങ്കിലും കാരണം പറയാനുണ്ടാവും മറ്റ് പോളിയോ എതിർക്കുന്ന ആളുകൾക്ക്. ഏതായാലും ഒരു ഡോക്ടറിന് നിരക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, പോളിയോ തുള്ളിമരുന്നുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പോളിയോ തുള്ളിമരുന്ന് കൊടുത്ത ആളുകൾക്കും ചിലപ്പോൾ പോളിയോ ഉണ്ടാവാം. ആ പോളിയോ തുള്ളിമരുന്ന് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു കാല് കളഞ്ഞു എന്നുള്ള പോളിയോ എന്നുള്ള അസുഖം കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളും ഉണ്ടാകും. AFP സർവൈലൻസ് എന്നാണ് പറയാം. അത് പോളിയോ നമ്മുടെ സമൂഹത്തിൽ 15 വയസ്സ് താഴെയുള്ള ആളുകളിൽ പെട്ടെന്ന് ശരീരം തളർന്നു പോകുന്ന അവസ്ഥ എല്ലാം നമ്മൾ പോളിയോയുടെ ഇതിലാണ് പെടുത്തുക. പക്ഷെ അതിലൊരു കാരണം മാത്രമാണ് പോളിയോ, അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇന്ത്യയിൽ പോയാലും പോളിയോ ഇല്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ കൊടുക്കുന്നത് തുറന്നു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെയാണ് മറ്റു വാക്സിനേഷന്റെ കാര്യങ്ങളിലും. എനിക്കൊരു വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പോളിയോ തുള്ളിമരുന്ന് മറ്റു തുള്ളിമരുന്ന് കൊടുക്കാമെന്ന് പറയുന്ന ആളുകൾ ഈ TT എടുക്കും. എപ്പോഴും കുട്ടിയൊക്കെ മുറിവൊക്കെ കഴിഞ്ഞു വന്നാൽ തുള്ളിമരുന്ന് കുത്തിവെപ്പോഴൊക്കെ എടുത്തോ? ഇല്ല, ഒന്നും എടുക്കാറില്ല. അപ്പൊ മുറിവ് വെച്ചിട്ടുണ്ട്, അപ്പൊ TT എടുത്തോളൂ. അപ്പൊ ഇത് TT എടുക്കുന്ന സാധനം ഇത് വാക്സിനേഷൻ അല്ല എന്നാണ് ആളുകളുടെ ഒരു ധാരണ. ഏതായാലും പൊതുവെ അക്കാര്യത്തിലുള്ള ആശങ്കകൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നീക്കണം. മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. പോളിയോ അതിന് മറ്റ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ഡോക്ടർ എന്ന നിലക്ക് ഇത്തരം വാക്സിനേഷനുകൾ കൊണ്ടുണ്ടാകുന്ന ഗുണം, സമൂഹത്തിനും വ്യക്തിക്കും ഉണ്ടാകുന്ന ഗുണം, അതുകൊണ്ടുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന ദോഷങ്ങളെക്കാൾ വളരെ വളരെ മടങ്ങ് വലുതാണ്. വളരെ വളരെ മടങ്ങ് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദോഷമില്ല എന്നല്ല, ദോഷം ഉണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും അതിന്റെ അക്കൗണ്ടിൽ വരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പലപ്പോഴും സ്വീകരിക്കാൻ സാധിക്കില്ല. വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 10,000-1 അല്ലെങ്കിൽ 1,00,000 അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുള്ളൂ. അതുപോലെ ഞാൻ മൈക്കിളിൽ ചെയ്യുന്നു പോളിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അത് സമൂഹത്തിൽ അവബോധം ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടും കുറച്ച് സമയം കൂടുതൽ വിശദീകരിച്ചാണ്. ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഡോക്ടറെ, ഈ മൂത്രം എപ്പോഴും മഞ്ഞ കളറായിട്ട് പോവാണ്. അപ്പൊ നല്ല വെള്ളം കുടിച്ചാൽ കുറച്ച് സമയം നല്ല ഇതിൽ പോവും, പിന്നെയും മഞ്ഞ കളറാവാണ്. ഷുഗർ ഇല്ല, ഷുഗർ ഞാൻ ചെക്ക് ചെയ്ത്, പക്ഷെ എപ്പോഴും വായൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഡോക്ടർ അതിനകത്ത്?
മൂത്രം മഞ്ഞ കളറുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കാത്ത തന്നെയാണ്. നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങൾക്കനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയില്ലെങ്കിൽ മൂത്രം മഞ്ഞ കളറായിട്ട് കാണാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വല്ലാതെ കരോട്ടീൻസ് അതുപോലെ തന്നെ വിറ്റാമിൻസ് ഒക്കെ കൂടുതലുണ്ടെങ്കിലും മൂത്രത്തിന് നിറ വ്യത്യാസം ഉണ്ടാകാം. ദാഹം വെള്ളം കുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ കൂടുതൽ ശരീരം വേർപ്പായിട്ട് പോകുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ പൊതുവെ വെള്ളം കൂടി കുറവുള്ള വ്യക്തിയായിരിക്കാം. ഏതായാലും ഷുഗർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന അസുഖം ഇല്ല എന്ന് മനസ്സിലാക്കാം. മറ്റ് കണ്ണിനും അതുപോലെ തന്നെ ചില അസുഖങ്ങളുണ്ട്, വായിലും കണ്ണിലൊക്കെ വെള്ളം പറ്റുന്ന അസുഖങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിനും കടച്ചിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായിട്ട് വരും. ഞാൻ ബഹുമാനപ്പെട്ട ഇക്ബാൽ MV താഴെന്നുള്ള ആ വ്യക്തിയുടെ ചോദ്യങ്ങളോട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. സമയം വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമലൈക്കും. കേൾക്കാമോ? ഹലോ. പിന്നെ ഈ വയറ് കുറയ്ക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എല്ലാവരും എനിക്കും കൂടി പറഞ്ഞിരുന്നു, അതാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ തടി പൊതുവെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വയറിന്റെ ഭാഗത്ത് എക്സസൈസ് ഒരു സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് എക്സസൈസിനകത്തില്ല. സ്പോട്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വയറിന്റെ കാര്യത്തിലില്ല. വയറെന്നല്ല, നമ്മുടെ തടിയുടെ കാര്യത്തിലില്ല. പൊതുവെ നമ്മൾ എക്സസൈസ് കൊടുക്കുകയും നമ്മുടെ ഭക്ഷണ നിയന്ത്രണം കഴിയുകയും ചെയ്യുന്ന കാരണം നമ്മൾ തടി കുറഞ്ഞു വരികയാണെങ്കിൽ പൊതുവെ അവിടെയും കുറഞ്ഞു വരും. അതൊന്ന് കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ ചില കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് വയറിന് താഴത്തുള്ള ഈ കൊഴുപ്പ് മാത്രം ചില കോയിലൊക്കെ ഇട്ട് വലിച്ചെടുത്ത് കളയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് അത് 10 മുതൽ 15,000 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ വില വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ്. അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കൊഴുപ്പിന് ഉണ്ടാക്കുകയാണെങ്കിലേ പറ്റുള്ളൂ. അത് ഏറ്റവും ഫലപ്രദമായി യോജിക്കുക വളരെയധികം തടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കുറെ തടി കുറച്ചു, അപ്പോൾ വയറിന്റെ ഭാഗത്തൊക്കെ മാത്രം ആയിട്ട് തടി നിൽക്കുകയാണെങ്കിലൊക്കെ ഈ ഓപ്പറേഷൻ ഫലപ്രദമായിരിക്കും. അത് വളരെയധികം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഓപ്പറേഷൻ ഒന്നുമല്ല. നമ്മുടെ തൊലിക്കടിയിലേക്ക് ഒരു കോയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ചില നമുക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്ന തരത്തിലുള്ള വെള്ളം വേറെ ചില മരുന്നുകളൊക്കെ കൊടുത്തിട്ട് കൊഴുപ്പിനെ അലിയിച്ചിട്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ത്യയിൽ അത്രയും കോമൺ അല്ല, പക്ഷെ പലരും ഈ കായിക താരങ്ങളും അതുപോലെ തന്നെ ഈ എന്റർടൈൻമെന്റ് രംഗത്തുള്ള താരങ്ങളൊക്കെ അത്തരം പ്രൊസീജിയേഴ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടോയെന്ന് വെച്ചാൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് എവിടുന്ന് കുറഞ്ഞാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും അതാ ശ്രമിക്കുക. പക്ഷെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ വയറിന്റെ ഭാഗത്ത് മാത്രമുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷൻ കുറച്ച് കോസ്റ്റ്ലിയായിരിക്കും, എന്നാലും ചെയ്യാറുണ്ട്. അത് അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരു ഓപ്പറേഷനാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഒന്ന് മൈക്കിൽ വന്നിട്ട് എന്തെങ്കിലും മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീർ സാഹിബ് എവിടെ ഉണ്ടോ? അമീർ സാഹിബ് കേൾക്കുന്നുണ്ടോ? ജിദ്ദയില് ഇശാ നമസ്കാരത്തിന് ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ജിദ്ദക്കാരൊന്നും കാണുന്നില്ല. ഇശാ ടൈമാണ്. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട റഹ്മാൻ സാഹിബ് ഡോക്ടർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഷ്റഫ് അബൂബക്കർ, നല്ല 2 ക്ലാസ്സുകൾ മണിക്കൂറുകളായിട്ട് നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ 2 ഡോക്ടർമാർക്കും SKIC റൂമിന്റെ ക്ലാസ് റൂമിന്റെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 2 ഡോക്ടർമാര്, നമ്മുടെ ദന്തൽ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ
ഡോക്ടർ റഹ്മാൻ സാഹിബും നല്ല 2 ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തു തന്നത്. ഒരുപാട് നേരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ PM-ലൂടെയും ഒരുപാട് ആളുകൾ നേരിട്ട് മൈക്കിലൂടെയും ഒക്കെ ചോദിച്ചു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഈ 2 ഡോക്ടർമാരുടെ സേവനം മറ്റു ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. എല്ലാവിധ നന്ദിയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു സ്വലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഡോക്ടർമാർക്ക് നല്ല സേവനങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇനി ആരെങ്കിലൊക്കെ മൈക്കിൽ വരും, നമുക്ക് ലൈവായിട്ട് തന്നെ മുന്നോട്ട് പോകാം. മാഷാ അല്ലാഹ്.